അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ ഓതിയാൽ നിങ്ങൾക്ക് മടുപ്പ് വരില്ലായിരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നെങ്കിൽ അതിനുള്ളിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രേമം കിടക്കുന്നുണ്ട്, അതിനുള്ളിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ കിടക്കുന്നുണ്ട്. ആ ഹൃദയത്തിനുള്ളിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പലതും തിന്മകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. അള്ളാഹു മാത്രം അറിയുന്ന മനുഷ്യരിൽ നിന്ന് മറച്ചു പിടിക്കുന്ന എത്രയോ മോശപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ കൽബുകളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് മടുക്കുമായിരുന്നില്ല എന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ വഫാത്തായ ഷഹീദായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൂറൈൻ മഹാനായ ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞത് അല്ലാമ സുയൂത്തി തങ്ങൾ അവരുടെ അൽ ഇത്ഖാനിൽ ഉദ്ധരിക്കുന്നു. ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞത് മലക്കുകൾക്ക് പോലും കൊടുക്കാത്ത മനുഷ്യർക്ക് മാത്രം കൊടുത്ത കഴിവാണ്, അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. മലക്കുകൾക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിനൊഴികെ. ജിബ്രീൽ അലൈഹിസ്സലാം നസ്സലഹു അലാ ഖൽബിക്, ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബിക്ക് വഹി കൊണ്ടുവന്നത്. എന്നാൽ മലക്കുകൾക്ക് പോലും അല്ലാഹു നൽകാത്ത അനുഗ്രഹമാണ് ഖുർആനിന്റെ പാരായണം അത്രേ. അതുകൊണ്ടാണ് മലക്കുകൾക്ക് മനുഷ്യർ ഓതുമ്പോൾ അത് കേൾക്കാൻ വല്ലാത്ത ഇഷ്ടം തോന്നുന്നത്. ഖുർആൻ ഓതുന്ന സദസ്സുകളിൽ മലക്കുകൾ വരും, ഖുർആൻ ഓതുന്ന മജ്ലിസുകളിൽ മലക്കുകൾ വരും. എന്തുകൊണ്ട്? മലക്കുകളുടെ പ്രവർത്തനങ്ങളിൽ ഖുർആൻ ഓതുന്ന പരിപാടിയില്ലത്രേ. മഹാനായ അല്ലാമ സുയൂത്തി തങ്ങൾ ഇബ്നു സ്വലാഹ് തങ്ങൾ എന്ന് ഉദ്ധരിക്കുന്ന ഉദ്ധരണി അൽ ഇത്ഖാനിൽ കാണാൻ കഴിയും. മലക്കുകൾ എന്തില്ല? ഖുർആൻ ഓതുന്നില്ല. അവർ സുജൂദുണ്ട്, അവർക്ക് റുകൂഉണ്ട്, അവർക്ക് ദിക്റുകളുണ്ട്, തസ്ബീഹകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഖിറാഅത്തുൽ ഖുർആൻ എന്നത് മലക്കുകൾ ചെയ്യുന്നില്ലത്രേ. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒഴികെ. അതുകൊണ്ടാണ് വലിഹാദാ തുഹിബ്ബുൽ മലായികത്തു സമാഅഹു മിനൽ ബശർ, മനുഷ്യരിൽ നിന്ന് ഖുർആനിന്റെ പാരായണം കേൾക്കാൻ മലക്കുകൾക്ക് ഇത്ര കൊതി വരുന്നത്. ഞങ്ങൾക്ക് കഴിയാത്തൊരു പണിയാണ് അവർ ചെയ്യുന്നത്. അതിനല്ലാഹു നമുക്ക് നാവ് തന്നില്ലേ? ഖുർആൻ ഓതണമെങ്കിൽ സംസാരിക്കാൻ കഴിവ് വേണ്ടേ? നമ്മുടെ കൊച്ചുമക്കളിൽ സംസാരശേഷിയോ ബുദ്ധിമുട്ടൊക്കെ ഉള്ള മക്കൾ, അല്ലാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. ചെറിയവർക്കും വലിയവർക്കും അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. എത്ര മനോഹരമാണ്! കാരുണ്യവാൻ അർ-റഹ്മാൻ. ശുദ്ധ ഖുർആനിന്റെ ഒരു അധ്യായം. കാരുണ്യവാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയ മനുഷ്യനെ പടച്ചത്. അതുകൊണ്ടാണ് മനുഷ്യനെ പടച്ചത് രണ്ടാമതും പടപ്പിന്റെ ലക്ഷ്യം ആദ്യവും പറയാൻ കാരണം. എന്നിട്ടോ ഖുർആൻ കൊടുത്തു നമുക്കത് ഓതാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകളും നാവുകളും നമ്മുടെ സ്വരതന്തുക്കളും നമ്മുടെ തൊണ്ടയിലെ കോശങ്ങളും നമ്മുടെ നാവും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വായുവും അടക്കം അല്ലാഹു ശബ്ദവീജികൾ എന്ന് പറഞ്ഞ അനുഗ്രഹം തന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഓതാൻ കഴിയുക? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് മനുഷ്യനെ പടച്ചു, അതായത് പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ പടച്ചു. അല്ലമഹുൽ ബയാൻ, അത് ഓതാനും പറയാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സംസാരശേഷിയും അല്ലാഹു നൽകിയില്ലയോ? സൂറത്തുർ റഹ്മാൻ. ചില്ലറ അനുഗ്രഹമാണോ? ഖുർആൻ തന്നു, നമ്മളൊന്നും സംസാരിക്കാൻ പറ്റാത്ത മൂകന്മാരാണെങ്കിൽ എന്ത് കാര്യം? അല്ലാഹു നിങ്ങൾക്കത് തന്നില്ലേ ചോദിക്കുകയാണ്. വലിയ അനുഗ്രഹമല്ലേ? എൻ്റെ അടുത്ത് ഇവിടുത്തെ ഒരു പൈസ ഇല്ല. ദിർഹം പറ്റുമോ? പിന്നെ നമ്മളെ പൈസ തന്നെയാണ്, കുഴപ്പമില്ല കേട്ടാ. ഞങ്ങൾ തമ്മിൽ കണക്കുണ്ട്. അൽഹംദുലില്ലാ. മൂലര് വേറെയുള്ള പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ തോന്നണ്ട, നമ്മളെ വളരെ സ്വന്തം ആളാ. പിന്നെ ഒറ്റ കാര്യം സൂചിപ്പിക്കട്ടെ, സമയം പോകണ്ടെന്ന് വെച്ചിട്ട്. ഇവിടെ നമ്മൾ ഖുർആന്റെ ഡിജിറ്റൽ ക്ലാസ് ഉദ്ദേശിക്കുന്നുണ്ട്. നടന്നുകൊണ്ടിട്ടില്ലേ? തുടങ്ങാൻ പോവാണ്. അതായത് അബുദാബിയിലോ മറ്റെവിടെയൊക്കെ നടക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യുക? ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് മൂല്യര് വരുന്ന ആവശ്യമില്ല, സ്ക്രീനിൽ മൂല്യരെ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്? സംവിധാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഞാൻ വിചാരിച്ചു വെച്ചാൽ എത്രയൊക്കെ ചിലവ്. ഞാൻ വിചാരിച്ചു വലിയ ലക്ഷങ്ങളെ കഥയൊക്കെ ആയിരുന്നു. അത് പറഞ്ഞു നമുക്ക് 35,000 റുപ്യ വേണമെന്ന്. അത് കൊടുക്കാൻ തോഫീക്കുള്ള ഒരു ഇസാസ് എന്ന് ഒരാളുണ്ടെങ്കിൽ പറഞ്ഞാൽ 35,000 രൂപ ഈ ക്ലാസ് എത്ര നടക്കുന്നോ അതിൻ്റെ നിങ്ങൾ കൊടുക്കില്ല, ഞാൻ കൊടുക്കും. 2-3 സെക്കൻഡ് തരാം. കൈവൊക്കെ ആരെങ്കിലും ഉണ്ടോ? 1, 2, 35,000, 3. അത് ഞാൻ ഏറ്റെടുത്തു. ഇൻഷാ അല്ലാഹ് ഞാൻ തരും. ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ടി പിരിവ് വേണ്ട, നിങ്ങൾക്ക് വേണ്ട കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ.
അവിടെ പറഞ്ഞിനാ അഞ്ഞു കൂട്ടൂല. കഴിഞ്ഞു സമയം കഴിഞ്ഞു. അപ്പോ അൽഹംദുലില്ലാ അതിവിടെ നടക്കണം. ഇൻഷാ അല്ലാഹ് അത് വിജയിപ്പിക്കണം. ഇനി വേറെ ചിലവ് വരിക നിങ്ങൾ കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. കൈ പൊക്കി ചെയ്യാ. എവിടെ പൊക്കി? ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആ പൊക്കിയാളൊന്ന് കൈ പൊക്കിയാട്ടെ. അൽഹംദുലില്ലാ. 3 സെക്കൻഡിനുള്ളിൽ പൊക്കിക്കണ. ഞങ്ങൾ രണ്ടാളും പൗതിയാക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഇത്ര പിശുക്കന്മാരാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ദുബൈയിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റും ഗഫ്തീരും ഒക്കെ നടത്തുന്ന ആൾക്കാരെ നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഒരു 35,000 റുപ്യ ഒരു ഖുർആൻ ക്ലാസ്സിന് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് ആയില്ല എന്ന് പറഞ്ഞപ്പോഴേ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ആ പ്രയാസം നീക്കി തരട്ടെ. തമാശ പറഞ്ഞാട്ടോ നിങ്ങൾ വിഷയാക്കണ്ടേ. നിങ്ങൾ നല്ല മനുഷ്യന്മാരാണ്. ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല ആളുകളാണ്. പിന്നെ ഇങ്ങനെ എന്താ ഈ 3 സെക്കൻഡ് തന്നെ 3 മിനിറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അത് പെട്ടെന്ന് തീർന്നുകൊണ്ടാണ്. അൽഹംദുലില്ലാ കുഴപ്പമില്ല. അപ്പോ ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പൊ അത് ഭംഗിയായിട്ട് ഇവിടെ നടക്കണം. നമ്മുടെ വിഷയവും ഖുർആനുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഖൈറിലാവട്ടെ. അൽഹംദുലില്ലാ ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പോ ഇമാമുന സുയൂത്തി തങ്ങൾ ഉദ്ധരിച്ച ഈ സംഭവം മലക്കുകൾ ചെയ്യാത്തൊരു പണി നമുക്ക് അല്ലാഹു ചെയ്യാൻ അവസരം തന്നിരിക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് ഓതിക്കൂടെ ഖുർആൻ? ശുദ്ധമായ ഖുർആനിന്റെ പാരായണം എത്ര കണ്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മളും അല്ലാഹു തമ്മിലുള്ള സ്നേഹം അളക്കാൻ കഴിയുന്നത്. മസാമീറുൽ ഇൻസി മിൻ ഹദ്റത്തിൽ ഖുദുസ്. സർവേശ്വരനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്നിധിയിൽ മനുഷ്യൻ മീട്ടുന്ന വീണക്കമ്പികളത്രേ വിശുദ്ധ വചനങ്ങൾ. ബി അൽഹാനി തൗഹീദ്, തൗഹീദിന്റെ രാഗങ്ങളിൽ പാകപ്പെടുത്തിയെടുത്തത്. ഫീ റിയാദി തംജീദ്, അല്ലാഹുവിന്റെ മഹത്വമേറിയ തോപ്പുകളിൽ വെച്ച് പാടപ്പെടുന്ന സ്നേഹത്തിന്റെ ദിവ്യമായ അനുരാഗത്തിന്റെ വീണക്കമ്പികളാണത്രേ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഒരു ശൈഖ് ചോദിച്ചത്, ഒരു വിദ്യാർത്ഥിയെ കണ്ടപ്പോ ചോദിച്ചു, അല്ല ഖുർആൻ മനഃപ്പാടമുണ്ടോ, ഹിഫ്ള് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞില്ല, ഞാനൊന്നും ഖുർആൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, യാ ഗൗസാ, പടച്ചോനെ, ഫബിമ തതറന്നം, നിനക്ക് മൂളിപ്പാട്ട് പാടി നടക്കാൻ പിന്നെ എന്താടോ നിന്റെ കയ്യിലുള്ളത്? ഖുർആനില്ലെങ്കിൽ എന്താ പിന്നെ നീ മൂളിപ്പാട്ട് പാടുന്നത്? സുബ്ഹാനല്ലാഹ്. നാട്ടിലെ സിനിമ പാട്ടുണ്ടെന്ന് പോയി ശൈഖാൻ അറിയുന്നുണ്ടാവില്ല. നിനക്ക് മൂളിപ്പാട്ട് പാടി നടക്കാനൊന്നും വേണ്ടേ? ഇതൊക്കെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. വെറുതെ എങ്ങനെ പാടി നടക്കുക? ഒരു രാഗമോ താളമോ 2 മുട്ട കേൾക്കുമ്പോൾ കുട്ടികൾ ചാടി കളിക്കണുണ്ടല്ലോ. ചെറിയ 1-2 വയസ്സുള്ള കുട്ടികളൊക്കെ ഒരു പാട്ടും കേട്ടിട്ടില്ല. ഒരു മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്താൽ അവരങ്ങ് ഡാൻസ് ചെയ്യും. എവിടുന്ന അവർ കേട്ടത്? മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച ചില പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമാണ്. ഖുർആൻ ഓതുമ്പോ കിട്ടുന്നൊരു ആനന്ദം ശരീരം കോരിത്തരിക്കും ചിലപ്പോ. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാടമില്ലാത്ത നീ എങ്ങനെയാണ് പിന്നെ ഖുർആൻ മനഃപ്പാടമില്ലാത്ത നീ പിന്നെ എന്ത് പാട്ടാ പാടിയത്? നിനക്ക് പാട്ട് പാടി നടക്കാൻ വല്ലതുണ്ടോ മോനെ? ഖുർആൻ ഓതിയിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? ബിമ തതറന്നം വബിമ തശ്ജൂ, എന്തുകൊണ്ടാണ് നീ പാട്ട് പാടുന്നത്? വബിമ തുനാജി മൗലാക്, നിന്റെ പരിശുദ്ധനായ മൗലയെ അല്ലാഹുവിനോട് എങ്ങനെയാണ് നീ സംസാരിക്കുന്നത്? ഇവിടെ ഒരു വാഹനം മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞൊരു എഴുത്ത് വന്നിട്ടുണ്ട്. ഒരു വാഗൺ ആർ അല്ലേ, വാഗൺ ആർ, അതിപ്പോ വാഗണർ എന്ന് പറഞ്ഞല്ലേ. ഒരു കാർ മാറ്റണം. KL 18N 281, 3 നമ്പറാണ്. ശേഖന്മാരായിരിക്കൂലേ 280. അപ്പോ വേഗം മാറ്റി കൊടുക്കുക, എന്തോ വഴി തടസ്സമുണ്ട് എന്ന് പറഞ്ഞു. ആരും വഴി ബ്ലോക്കാക്കുന്ന രീതി പാർക്ക് ചെയ്യല്ലേ ഇൻഷാ അല്ലാഹ്. ഇങ്ങനത്തെ എഴുത്തൊന്നും ഇടക്ക് വരും ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യാനും ബ്ലോക്കാക്കരുത്. ബ്ലോക്കായ പിന്നെ എഴുത്തരേണ്ടി വരും. അപ്പോ തടസ്സപ്പെടണ്ട ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നുവല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവലം യക്ഫിഹിം അന്നാ നൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം. എന്തൊരു രസാണ് ഖുർആനല്ലേ. നമ്മളതങ്ങ് ശരിക്കും ഓതേണ്ട രീതിയിൽ മനോഹരമായി അങ്ങ് ഓതിയാൽ അതിനോളം മനോഹരമായത് ഒന്നും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ലോകത്തെ പോപ്പ് ഗായകനായിരുന്ന കാറ്റ് സ്റ്റീവൻസ് ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഓതുന്ന വിദ്യാർത്ഥിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂറോപ്പിന്റെ 970കളിലെ ജന്മം കൊണ്ട് ബ്രിട്ടീഷുകാരനായ ഈ മനുഷ്യൻ ഇന്ന് വിശുദ്ധ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ദാഇയാണ് കാറ്റ് സ്റ്റീവൻസ്. അത്രത്തോളം നമ്മൾ ഈ ഹെഡ്ഫോൺ വെച്ച് നടക്കുന്ന കുട്ടികളൊന്നും എത്തിയിട്ടില്ലല്ലോ. കാറ്റ് സ്റ്റീവൻസ് എടുത്ത് പോപ്പ് സിംഗർ ഒന്നും ആരുമില്ലല്ലോ ഈ നാട്ടില്. മൂപ്പർക്ക് തിരിഞ്ഞു ഇതിലൊന്നൊന്നുമില്ല. അദ്ദേഹം ഖുർആനിലേക്ക് തിരിച്ചു വന്നു. പിന്നെ കുഴി ചാടിയിട്ട് തന്നെ എണീറ്റ് വരണ്ട, ചാടിയോനെ കണ്ടാലും മനസ്സിലാക്കുക ഇതിലൊന്നും ഇത് ചാടാൻ പറ്റാത്ത സ്ഥലമാണ് അല്ലേ.
അവലം യക്ഫിഹിം അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം. അവർക്ക് പോരെയോ നബിയെ, ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങളിൽ അവർക്ക് പോരെ? ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങളിൽ അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നത് തന്നെ നിങ്ങൾക്ക് പോരെ അനുഗ്രഹമായിട്ട്? യുത്ലാ അലൈഹിം, അത് നിങ്ങൾക്ക് മേൽ ഓതപ്പെടുന്നുണ്ടല്ലോ. ഇമാമുമാർ ഓതുന്നു, വാള് പറയുന്നവർ ഓതുന്നു, ഖതീബുമാർ ഓതുന്നു, ഹാഫിളീങ്ങൾ ഓതുന്നു. ഒരു ടേപ്പ് റെക്കോർഡിലൂടെ, CD പ്ലെയറിലൂടെ, ലൈവായിട്ട് അല്ലാതെയൊക്കെ ഓതപ്പെടുന്നു. നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്തൊരു അനുഗ്രഹമാണ്! ഇതുണ്ടായിട്ട് നിങ്ങൾ പോകുന്നുവോ മ്യൂസിക്കിലേക്ക്, പാട്ടുകളിലേക്ക്, അള്ളാഹു ഇഷ്ടമില്ലാത്തവയിലേക്ക്? എങ്ങനെ നിങ്ങൾക്ക് പോകാൻ കഴിയും? ഞാൻ പറയട്ടെ, ഇതിന്റെ ഹര അറിഞ്ഞ ഞങ്ങൾ പാട്ടൊന്നും കേൾക്കും. ഞാൻ അങ്ങോട്ട് പാട്ട് കേൾക്കണ്ടെന്നല്ല ഇപ്പൊ പറയാ, നിങ്ങൾ ഖുർആൻ കേൾക്കുന്ന പറയാ. അത് കേട്ടിട്ട് നിങ്ങൾ താൻ ഒഴിവാക്കും. ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്ത് ചെയ്യാ? ഖുർആൻ കേട്ടു തുടങ്ങി, അത് മനോഹരമായി ഓതുന്ന ആ ഒരു ഉറക്കം തൂങ്ങിയുള്ള ഓത്തൊന്നും ഓതരുത്. ഖുർആൻ ഓതുമ്പോൾ മനോഹരമായിട്ട് ഓതണം. അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയും. ഉറക്കത്തിനേക്കാളൊക്കെ നല്ലത് നിസ്കാരം തന്നെ. ഇത് ഉറങ്ങിയിട്ടാണ് പറയണത്, അങ്ങനെയല്ല. നല്ല ഉന്മേഷത്തിൽ ഓതുക, നല്ല റാഹത്തിൽ. ജനങ്ങളെ സുബഹി നിസ്കാരത്തിന് വിളിക്കുമ്പോഴേ മുക്രിക്ക് കുറച്ച് നേരത്തെ എണീറ്റൊന്ന് പല്ലൊക്കെ തേച്ച് ലെവലായിട്ട് തൊണ്ടയ്ക്കൊന്ന് അനക്കിയിട്ട് വരും കുട്ടികളെ നിസ്കരിക്കാൻ യാതൊരു വിളിക്കണം. അത് ഉറങ്ങിയിട്ട് പറഞ്ഞാൽ പിന്നെ എന്താ കാര്യം? ഉറക്കനേക്കാളും നല്ല നമസ്കാരം എന്നാ പോയി പറയണത്. അപ്പൊ അങ്ങനെ ആയിക്കൂടാ. നമ്മൾ ഓതുന്നത് ഒരു ചടവ്, ഒരു ചടങ്ങ് അങ്ങനെ ആവല്ലേ. ഉന്മേഷത്തിൽ മനോഹരമായിട്ട് ഓതി അങ്ങനെ നിങ്ങൾ കേട്ടു തുടങ്ങിയാൽ നിങ്ങൾ മറ്റെവിടേക്കും പോവില്ല. അള്ളാഹുവിന്റെ ഹദറത്തിന്റെ രസമറിഞ്ഞാൽ നിങ്ങൾക്ക് ദുന്യാവിൽ ഒരു സംവിധായകനോ, ഒരു സംവിധായകനോ, ഒരു സംഗീതജ്ഞനോ ആലപിച്ചതോ കമ്പോസ് ചെയ്തതോ ഡിസൈൻ ചെയ്തതോ ആയ ഒരു ആലാപനത്തിലേക്കും മനുഷ്യന് പാട്ട് ഇഷ്ടമാണെന്നറിയുന്നവനാണ് അള്ളാഹു. അതിന് പകരം റബ്ബ് തന്നതാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് പാട്ട് വേണ്ടി വരും, നിങ്ങൾക്ക് മൂളിപ്പാട്ട് വേണ്ടി വരും. അതെന്റെ ഖുർആൻ ഇവിടെ ഇല്ലേ? നിങ്ങൾക്കത് പോരെ? നമ്മളതൊക്കെ ഒഴിവാക്കി പോയ പിന്നെ ആരാതെടുക്കുക? നമുക്കിനി തിരിച്ചു പോരണ്ടേ അള്ളാഹുവിലേക്ക്? അവലം യക്ഫിഹിം അവലം യക്ഫിഹിം, മനുഷ്യർക്ക് പോരെ നബിയെ, അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം, അവർക്ക് മേൽ പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധമായ ഖുർആൻ അവർക്ക് നാം നൽകിയത് തന്നെ പോരെ നബിയെ? എന്റെ ദൃഷ്ടാന്തമായി പടച്ചവനെ കാണുന്നില്ല, എന്റെ കണ്ണുകൊണ്ട് കാണാത്തവനെ ഞാൻ എങ്ങനെയാണ് ആരാധിക്കുക എന്ന് പറയുന്നവർക്ക് എന്റെ ഖുർആൻ അത്ഭുതമല്ലേ? ക്യാൻസർ രോഗികൾ, ബ്ലഡ് ക്യാൻസർ വന്നവർ, അല്ലാത്ത ക്യാൻസർ വന്ന്, ഇന്ന് എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു വളരെ പ്രഗത്ഭനായ ഒരു അറബിയുണ്ട്. അദ്ദേഹം ഖുർആൻ ഹീലിംഗ് ചെയ്യുന്ന ആളാണ്. ഖുർആൻ കൊണ്ട് ചികിത്സ
നമ്മൊന്ന് എടുത്തു വെച്ച് ഓതാൻ നമുക്ക് നേരല്ല. എന്തിന് നമ്മളെ പറ്റും? നമ്മൾ മുസ്ലിമീങ്ങളോ? മൻ സറഹു അൻ യുഹിബ്ബല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ആരെങ്കിലും സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയൻദുർ ഫിൽ മുസ്ഹഫി, അവർ മുസ്ഹഫിലേക്ക് നോക്കട്ടെ. അവർക്കറിയാൻ പറ്റും എന്നെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എത്ര നേരം നിങ്ങൾ മുസ്ഹഫിലേക്ക് നോക്കുന്നു? ഇന്നു മുതൽ നമ്മുടെ ഹോംവർക്ക് അതാണ്. ഖുർആനിലേക്ക് നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു ഒരു ദിവസം? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കലാമി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അല്ലാഹു ഉയർച്ച കൊടുക്കും. എന്നാൽ അതേ ഖുർആൻ കൊണ്ടു നടക്കേണ്ട പോലെ കൊണ്ടു നടക്കാതിരുന്നാൽ അല്ലാഹു തആല ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാർക്ക് പോലും ഹാഫിദീങ്ങൾക്ക് പോലും അല്ലാഹു തകർച്ചയും കൊടുക്കും. കൊണ്ടടക്കേണ്ട പോലെ കൊണ്ടടക്കും വേണം. ഇത് നിധിയാണ്, മഹാനിധിയാണ്. അതുകൊണ്ടാണ് മഹാനായ അഹ്മദ് ഇബ്നു അബിൽ ഹവാരി റഹ്മഹുല്ലാഹ് ചോദിച്ചത്, ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഖുർആൻ മനഃപ്പാഠമുള്ള ആളുകൾ എങ്ങനെയാണ് രാത്രിയിൽ ഇങ്ങനെ മുഴുവൻ ഉറങ്ങി തീർക്കുന്നത്? രാത്രി മുഴുവൻ എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? അമാ വല്ലാഹ് ലൗ അലിമൂ മാ ഹുമ്മിലു ലതാറ അൻഹുമുൻ നൗമു ഫറഹം ബിമാ റുസിഖൂ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അവരുടെ കയ്യിൽ കിടക്കുന്ന, മനസ്സിൽ കിടക്കുന്ന ഖുർആനിന്റെ മഹത്വം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല, ഉറക്കം നഷ്ടപ്പെടും. ചില വലിയ പ്രയാസത്തിൽ കുടുങ്ങിയൊരു മനുഷ്യനോട് പറയാ, നിന്റെ എത്രയാണോ നിന്റെ പ്രയാസം? എനിക്ക് 10 ലക്ഷം കടം, നാളെ രാവിലെ എൻ്റെ വീട്ടിൽ അത് സാധനം എത്തുട്ടോ എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റൂല. എന്തുകൊണ്ട്? എന്താ ഞാൻ ഈ കേൾക്കുന്നത്? റിലീഫ് കമ്മിറ്റിക്കാരൊക്കെ 1000 തരാറുണ്ട്, 2000 തരാറുണ്ട്, 10 ലക്ഷന്റെ പൊരീക്കോ ഉറങ്ങാൻ കഴിയില്ല. ഫറഹൻ, സന്തോഷം കൊണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആൻ കൊണ്ട് നടക്കുന്ന ഹാഫിളീങ്ങൾ എങ്ങനെയാണ് തഹജ്ജുദില്ലാതെ കിടന്നുറങ്ങുന്നത്? പാതിരാത്രിയിലെ നിസ്കാരമില്ലാതെ എങ്ങനെയാ ഖുർആനും പിടിച്ച് കിടന്നുറങ്ങുന്നത്? ഞാൻ അത്ഭുതപ്പെടുകയാണെന്ന് ലോക പ്രശസ്തനായ പണ്ഡിതൻ അഹ്മദ് ഇബ്നു അബിൽ ഹവാരി റഹ്മഹുല്ലാഹ്, മുഹമ്മദ് ബിൻ മസ്അദ് തങ്ങൾ പറയുമായിരുന്നു, ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആരിഫീങ്ങളുടെ പൂന്തോട്ടമാണ്. പൂന്തോട്ടം. പാർക്കും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, വളരെ കുറവാല്ലേ. ഇനി വല്ല പാർക്ക് ഉണ്ടാക്കിയാൽ തന്നെ പൂവാല ശല്യം കൊണ്ടൊരു ഫാമിലി കൂടെ പോകാനും പറ്റൂല, കമന്റ് അടി കൊണ്ടും. അതുകൊണ്ട് ഉണ്ടാക്കാതിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും നമ്മുടെ വീടിനുള്ളിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ ആനന്ദത്തിന്റെ പൂന്തോപ്പ് വിരിക്കാൻ നമ്മുടെ വിശുദ്ധമായ മുസ്ഹഫ് മതിയത്രേ. മുസ്ഹഫ് എന്നത് അൽ ഖുർആനു ബുസ്താനുൽ ആരിഫീൻ, ദിവ്യമായ സ്നേഹം അന്വേഷിക്കുന്നവരുടെ മലർവാടിയാണത്രേ, പൂവാടിയാണത്രേ. പൂന്തോപ്പ് വീട്ടിലുണ്ട്. മുസ്ഹഫ് വീട്ടിലുണ്ടായാലേ പൂന്തോപ്പുണ്ട്, എടുത്തിട്ട് നോക്കിയാൽ അത് ഓതുന്ന കിട്ടും. അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ പറയുന്നതിന്റെ ആശയം എന്താണെന്ന്. അല്ലാഹുവേ 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 അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നിലേക്ക് അടുക്കാൻ തൗഫീഖ് തരണമേ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മുത്തനബി തങ്ങൾ പറയുന്നു, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മഹ്ശറായിലേക്ക് ഒരുമിച്ച് കൂടുമ്പോ ഖബറിൽ കിടക്കുന്ന ആളെ സ്വീകരിക്കാൻ ഒരാൾ ഇങ്ങനെ ഖബറിന്റെ അരികത്ത് വന്നു നിൽക്കുമത്രേ. എഴുന്നേറ്റ് നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുമ്പോ കൊണ്ടുപോകാൻ ഒരാൾ നിൽക്കുക, അതൊരു റാഹത്തല്ലേ? വല്ല ടാക്സി വിളിച്ചു പോയിട്ട് ഇയാളോടെയും കൊണ്ടുപോയി ഇയാളെ തള്ളിയിട്ടാലോ എന്നൊക്കെ തോന്നൂലേ? ഒരാൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ കൂട്ടാൻ വന്നിട്ടുണ്ട്, അതൊരു റാഹത്തല്ലേ? ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരാൾ ഇങ്ങനെ വന്നു നിൽക്കുന്നു അത്രേ. ചോദിക്കും, അല്ല നിങ്ങൾ ആരാ? നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. മൻ അൻസ്, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ വന്നു നിൽക്കുന്ന ആള് പറയും, മനല്ലദീ യദ്മഅതു ഹവാജിറക്, നിന്റെ പകലന്തിയോളം നിന്നെ ദാഹിപ്പിച്ച ആളാണ് ഞാൻ. അസ്ഹറതു ലൈലക്, നിന്റെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്തിയവനാണ് ഞാൻ. നമ്മളെ കഥ പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരെ പറ്റിയല്ലേ ഈ പറഞ്ഞത്? ആര്? ഖുർആൻ. ഞാനെന്ന ഖുർആനുമായി പാതിരാത്രി നീ നിസ്കരിച്ചിരുന്നില്ലേ? എന്നെ നീ പകലന്തിയോളം കിട്ടുന്ന സമയമെല്ലാം ഖുർആൻ ഓതാൻ ചെലവഴിച്ചില്ലേ? ഇന്ന കുല്ല താജിരിൻ മിൻ വറാഇ തിജാറതി, എല്ലാ കച്ചവടക്കാരനും സ്വന്തം കച്ചവടത്തിൽ നിന്ന് എന്തെങ്കിലും മിച്ചം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വഇന്നിൽ യൗമ ലക മിൻ വറാഇ കുല്ലി തിജാറ, എല്ലാ കച്ചവടക്കാർക്കും കിട്ടുന്ന കച്ചവടത്തെക്കാളും വലിയ ലാഭം ഞാൻ നിനക്ക് വാങ്ങിത്തരാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഇഖ്ബിൽ ബിഹാദിഹിൽ ഖുൽദ്, ഇദാ അനശ്വരമായ അവസാനിക്കാത്ത മരണമില്ലാത്തൊരു ലോകം നിന്റെ കയ്യിലേക്ക് ഞാൻ തരട്ടെ.
വബിഹാദിഹിൻ നഈം, ഈ സുഖ സൗകര്യങ്ങളാൽ നിറക്കപ്പെട്ട സ്വർഗ്ഗലോകം തരുന്നു. എന്നിട്ട് സുമ്മ യുക്സാ താജൽ കറാമ, സുമ്മ യുക്സാ താജുൽ കറാമ, ആ മനുഷ്യന് അല്ലാഹു ആദരവിന്റെ ബഹുമാനത്തിന്റെ കിരീടമണിയിക്കുന്നു. വയുഹല്ലാ വാലിദൈഹി ഹുല്ല ലാ തഖൂമു ലഹുമുദ് ദുനിയാ, ഈ മനുഷ്യന്റെ ഉമ്മയെയും വാപ്പയെയും കൊണ്ടുവരും. അവർക്ക് അല്ലാഹു തആല ആ വളരെ ആദരവിന്റെ വസ്ത്രമണിയിക്കുന്നു. അതിന് പകരം ഈ ലോകം മുഴുവൻ കൊടുത്താലും പകരമാവില്ല. ഉമ്മാക്കും വാപ്പാക്കും മക്കളെ ഹിഫ്ദ് പഠിപ്പിച്ച മക്കൾക്ക് ഇത് കിട്ടുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഉമ്മാക്കും വാപ്പാക്കും ആദരവിന്റെ വസ്ത്രം അല്ലാഹു അണിയിച്ചു കൊടുക്കുന്നു. അല്ലാഹുവേ, മഹാനായ ബിശ്ർ ഇബ്നു സരിയ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ മിസ്ല സമറ, ഒരു പഴം പോലെയാണ്. ഫ്രൂട്ട്സ് ഒക്കെ പോയിസൺ ആയതുകൊണ്ട് ഇപ്പൊ തിന്നാൻ വയ്യ, പേടിയാണ്. മുന്തിരി കാണുമ്പോഴേക്കും പേടിയാ. ഓറഞ്ച് റബ്ബേതിന് സൂചി കുത്തിയിട്ടുണ്ടാവോ, ആപ്പിള് മധുരം ഉണ്ടെങ്കിൽ മാങ്ങക്ക് മധുരം കൂടുതലാണെങ്കിൽ എന്തോ സൂചി കൊണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും വിഷം വെച്ചിട്ടുണ്ടാവും. നല്ല ഓർഗാനിക് ആയിട്ടുള്ള മനുഷ്യന്റെ കൈകടത്തലുകളില്ലാത്ത നല്ലൊരു ഫ്രൂട്ട്സ് എന്ന് സങ്കല്പിച്ചോളി. സങ്കല്പിക്കാലോ, അതിന് മുടക്കൊന്നുമില്ലല്ലോ, കടയിൽ കിട്ടൂലെങ്കിലും. നല്ലൊരു പഴം മിസ്ല സമറ കുല്ലമാ മളഗ്തഹാ വജദ്ത ഹലാവതഹാ, ആ പഴം നിങ്ങൾ വെറുതെ അങ്ങ് വിഴുങ്ങിയാൽ ഒരു മധുരം കിട്ടും. പക്ഷേ പെട്ടെന്ന് വിഴുങ്ങാതെ വായ കൊണ്ട് മെല്ലെ മെല്ലെ ചവച്ചരക്കിയാൽ അതിന്റെ മധുരം ഇങ്ങനെ ശരിക്കും ആസ്വദിക്കാൻ കഴിയും. അങ്ങനെയാണോ? പഴം നമ്മളെ വാഴപ്പഴത്തെ പറ്റി മാത്രമല്ല, ഫ്രൂട്ട്സ് എന്തായാലും മധുരമുള്ളതേ, അതിന്റെ രുചി ഇങ്ങനെ ഓരോ ചവക്കലിലും മധുരം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന പോലെ ഖുർആൻ എപ്പോഴും ഇങ്ങനെ അതിന്റെ മധുരം സത്യവിശ്വാസികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ആ വാക്യനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. മഹാനായ ബിശ്ർ ഇബ്നു സരിയുടെ വാക്യനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാലത്ത് നമ്മളൊക്കെ ഖുർആൻ ഓതുന്നത് മറ്റൊരു രീതിയിൽ, ഇന്നത്തെ ഖുർആനോത്ത് വേറെ രീതിയിൽ. മഹാനവർകൾ പറയാണ്, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയാണ്, മാലിക് ഇബ്നു ദീനാർ ഖുർആൻ കോളേജ് എന്താ ഇവിടെ ഉണ്ടല്ലേ, ഖുർആൻ സ്റ്റഡി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ, നിങ്ങളുടെ നാട്ടിൽ തന്നെയല്ലത്? മാഷാ അല്ലാഹ്, മാലിക് ഇബ്നു ദീനാർ ലോക പ്രശസ്തനായ വലിയൊരു ആലിമിന്റെ നാമമാണ്. മാഷാ അല്ലാഹ്, ഖുർആനിന്റെ സേവനത്തിന് ഒരു വലിയൊരു സ്ഥാപനം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല. അത്രയും വലിയ പ്രൊജക്റ്റാണ് നമ്മുടെ ഈ തിരുവള്ളൂര്. അങ്ങോട്ടെന്താ ശരിക്കും പറയാ, കാഞ്ഞിരാട്ടുതറയിൽ വരാൻ പോകുന്നത് വലിയൊരു സംഭവമാണ്. അതിൻ്റെയൊക്കെ കമ്മിറ്റിക്കാരൊക്കെ ഇടക്കിടക്കൊക്കെ ഇരിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചർച്ചകളിലൊക്കെ കൂടാറുണ്ട്. അപ്പോൾ എനിക്കത് അതിൻ്റെ പ്രോഗ്രഷൻ അറിയാൻ പറ്റുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കളൊക്കെ പോയിട്ട് പഠിക്കണം അവിടെ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഖുർആൻ്റെ ഒരു വലിയൊരു റിസർച്ച് സെൻ്റർ ആയിട്ട് വരിക. ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വന്നിട്ടില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും അത്. ഇൻഷാ അല്ലാഹ്, അതിനൊക്കെ ഭാഗ്യങ്ങൾ നാട്ടുകാർക്ക് കിട്ടിയത് ചില്ലറൊന്നുമല്ല. 35,000 കൊണ്ട് കഴിയാഞ്ഞിട്ടല്ല, നിങ്ങൾ ഈ കോടികളെ കൊണ്ട് ചെയ്യണോണ്ട് ചെറുതൊക്കെ ആരെ ഏറ്റെടുത്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ടതാണ് സംഗതി അല്ലേ. അപ്പോഴാണ് മനസ്സിലായത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയുന്നു, ഇന്ന് ഖുർആൻ ഓതുന്നവരെ ആ സൂറത്തിന്റെ അവസാനം എപ്പോഴാ എത്തുക എന്നാ നോക്കണത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇത് എപ്പോഴാ തീരുക, ഇത് മറിച്ചു നോക്ക്, ഇത് എത്ര പേജുണ്ട് പഠിച്ചോനെ, ഇത് എപ്പോഴാ തീരുക. ഇന്ന് ഖുർആൻ ഓതുന്നത് അങ്ങനെയാണ്. മഹാനവറുകൾ പറയാ, അങ്ങനെ തന്നെ അല്ലേ ആണുങ്ങളെ പെണ്ണുങ്ങളെ അങ്ങനെ ആലോചിച്ച് നോക്കി. ഖുർആൻ ഒരു സൂറത്ത് എടുക്കുമ്പോഴേ ഇത് എത്ര പേജ്, അത് 20, ഞാൻ ഇന്നത്തേനാക്കി ആയിക്കോട്ടെ, 20. നമ്മൾ നോക്കുന്നത് ആഖിറു സൂറ അത്തന്നാസു അത്തന്നാസ് ഫഇന്നമാ അത്തന്നാസ് മിൻ അന്നഹും യുരീദൂന ആഖിറ സൂറ യകൂനു ഹമ്മുൽ വാഹിദ് മിൻഹും അൻ യൻതഹിയ മിനസ് സൂറ. വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോ ഇത് എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഓതുന്ന കാലം വന്നു. മുമ്പ് അങ്ങനെയല്ല, ഒരായത്ത് വന്നാൽ ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്, പഠിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തെടുത്തുകൊണ്ടാണ് സുബ്ഹി വരെ ഓതിയത്. സുബ്ഹി വരെ നിരന്തരമായി ഒരായത്ത് തന്നെ ഓതി തീർത്തു. ഒരായത്ത് തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും فإنك أنت العزيز الحكيم. ഈ ആയത്ത് സുബ്ഹി വരെ നബി തങ്ങൾ തിരിച്ചും മറിച്ചും അത് തന്നെ ഓതി നിന്നു എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ യേശുക്രിസ്തു എന്ന് വിളിക്കുകയും മഹാനായ പ്രവാചകൻ അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് പറയുകയും ദിവ്യമായ റബ്ബിന്റെ അധികാരത്തിൽ കൈകടത്തുകയും
ഈസാ നബി അലൈഹിസ്സലാം ആരാധിക്കപ്പെടേണ്ട ആരാധ്യനാണെന്ന് വാദിക്കുകയും ചെയ്ത ഈസാ നബിയുടെ ആളുകളെന്ന് പറയുന്ന, ക്രിസ്തുവിന്റെ ആളുകളെന്ന് പറയുന്ന ക്രിസ്ത്യാനികളോട് നാളെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 218 ആയത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചോദിക്കുന്നു, ഈസാ നബിയെ, നിങ്ങളെയും ഉമ്മയെയും ആരാധിക്കണമെന്ന് കന്യാമറിയം ദൈവമാണെന്നും യേശുക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബിയെ നിങ്ങൾ ദൈവമാണെന്നും നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ അവരെ നിങ്ങൾ ആരാധിച്ചു തുടങ്ങിയത്? അതുകൊണ്ടാണോ യേശുക്രിസ്തു ദൈവം എന്നവർ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഈസാ നബി പറയും, അത്രേ, അല്ലാഹുവേ, അന്നാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് പറയാൻ പാടില്ലാത്തത്, എനിക്ക് അർഹതയില്ലാത്തത് ഞാൻ എങ്ങനെ പറയും റബ്ബേ? ഞാൻ അവരോട് പറഞ്ഞത് നീ എന്ത് പഠിപ്പിച്ചുവോ? സട്ടാവായ റബ്ബിനെ ആരാധിക്കണമെന്നല്ലാതെ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇൻ തുഅദ്ദിബുഹും, അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ, അവരെന്നെ സ്നേഹിച്ചവരാണ്, പക്ഷേ അവരെന്നെ ആരാധിച്ച കുറ്റം ചെയ്തവരാണ്, അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഇന്നഹും ഇബാദുക്, അവര് നിന്റെ അടിമകളാണ്, നിനക്ക് വേണ്ടത് ചെയ്യാം. വഇൻ തഗ്ഫിർ ലഹും, നീ ആ പാതകം, ആ ശിർക്കെന്ന മഹാപാതകം അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, മാപ്പ് ചെയ്താൽ നിന്റെ അഭിമാനത്തിനൊരു കുറവും വരില്ലല്ലോ റബ്ബേ. ആ ഒരു മറുപടി ഈസാ നബി കൊടുക്കുന്നതാണ് മുത്തുനബി ഓതുന്നത്. സ്വന്തം ഉമ്മത്തികളെ പറ്റി ആലോചിക്കുകയാണ്, റബ്ബേ, എന്റെ ഉമ്മത്തികളെ നീ ശിക്ഷിക്കുമോ? അവർക്ക് നീ മാപ്പ് കൊടുക്കുമോ? നീ മാപ്പ് കൊടുക്കണേ. മാപ്പ് കൊടുത്താൽ നിനക്ക് വല്ല നഷ്ടവും വരുന്നുണ്ടോ റബ്ബേ? നീ അപ്പോഴും അസീസ് അല്ലയോ, നീ അപ്പോഴും ഹക്കീം അല്ലയോ എന്ന് ഒരു രാത്രി മുഴുവനും ഒരച്ചായ തോതിയിട്ടുണ്ട് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സൂറത്ത് തീർക്കാൻ ഓടാണ്. ഓരോന്നിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഓടിപ്പോവാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വചനം, റബ്ബ് നമ്മളോട് സംസാരിക്കുന്ന റബ്ബിന്റെ സംസാരം, ഖിയാമത്ത് നാൾ വരെ അർത്ഥം പറഞ്ഞാൽ തീരാത്ത, ലോകാവസാനം വരെ വ്യാഖ്യാനിച്ചാൽ വ്യാഖ്യാനം അവസാനിക്കാത്ത വചനമല്ലേ ഖുർആൻ? അതല്ലേ അതിന്റെ അത്ഭുതം. വേറെ ഏത് കിതാബ, ഏത് ഗ്രന്ഥമോ, നോവലോ, ഫിക്ഷനോ, നോൺ ഫിക്ഷനോ, നമ്മൾ സ്റ്റോറിയോ എന്ത് വായിച്ചാലും അത് ഞാൻ വായിച്ചു. കുട്ടികളൊക്കെ പറയും, എന്നോട് സ്കൂളിലൊരു വിദ്യാർത്ഥി പറഞ്ഞു, ആ കുട്ടി ഇപ്പൊ സ്കൂളിലെ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന വിദ്യാർത്ഥി, എൻ്റെ സ്കൂളിലെ ആ കുട്ടി പറഞ്ഞു, സാർ, ഞാൻ എൻ്റെ ഈ ലൈബ്രറിയിലെ മുഴുവൻ ബുക്കും ഞാൻ വായിച്ചു തീർത്തു. സ്കൂളിലെ ലൈബ്രറിയിലെ മുഴുവൻ ബുക്കും വായിച്ചു തീർത്തു. ഞാൻ ചോദിച്ചു, വായിച്ചതൊക്കെ തലയിലുണ്ടോയെന്ന് ചോദിച്ചു. ആ, ഉണ്ട്. സുബ്ഹാനല്ലാഹ്. വായിച്ചു തീർത്തെന്ന് പറഞ്ഞാൽ എനിക്കിനി പുതിയ പുസ്തകം വേണം. 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 30,000 പുസ്തകം ഒരു കുട്ടി വായിച്ചു. എത്ര പ്രായ കുട്ടിക്കെന്നറിയോ? 7ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര ഉണ്ടായിരിക്കും? ഒരു 13 വയസ്സൊക്കെ ഉണ്ടാവും. ഞാൻ ചോദിച്ചു, ഫിക്ഷൻ മാത്രമാണോ നോൺ ഫിക്ഷനും വായിച്ചോ? ആ, നോൺ ഫിക്ഷനും വായിച്ചു, ഫിക്ഷനും ഒക്കെ വായിച്ചു, എല്ലാം തീർത്തു. ഞാൻ പറഞ്ഞ പിന്നെ സെക്കൻഡറി സ്കൂളിൻ്റെ ലൈബ്രറിക്ക് പോവാ, അവിടെ കുറേ പുസ്തകം വന്നിട്ടുണ്ട്, നമുക്ക് വായന അവിടെ തുടങ്ങാമോ. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ വായിച്ചത് പിന്നെ നമ്മൾ എടുത്തു നോക്കൂല. എടുത്തു നോക്കാറില്ല. ഞാൻ അത് വായിച്ചു എന്നാ പറയാം, ഖുർആൻ ഒഴികെ. അത് ഞാൻ വായിച്ച് തീർന്ന് എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ കഴിയില്ല. അതാ ഖുർആനിന്റെ അത്ഭുതം. എനിക്കത് മുഴുവൻ മനസ്സിലായി എന്ന് ലോകത്ത് ഒരു ആലിമിനും അങ്ങനെ പറഞ്ഞ മൂപ്പർക്ക് തിരിഞ്ഞിട്ടില്ല എന്നതിനർത്ഥം. ഒരാൾക്കും പറയാൻ കഴിയില്ല, തീരൂല. അതാ രസം. ഇന്ന് ഓതിയാൽ പുതിയ ആശയം, നാളെ ഓതിയാൽ വേറെ ചില ആശയങ്ങൾ, തീരാത്തത്. അതുകൊണ്ട് അത് പഠിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെട്ടത് നബിതങ്ങൾ നമ്മളോട് പഠിക്കാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ വചനമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയും ലോകാവസാനം വരെ ഒരു മനുഷ്യനും കൈകടത്താൻ കഴിയാതെ, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ ഖണ്ഡിക്കാൻ കഴിയാതെ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത വിധം അതിവിശിഷ്ടമായ ആയിരക്കണക്കിന് ശാസ്ത്രീയമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ, അതല്ലേ അത്ഭുതം. ഇതൊക്കെ കിടക്കുന്ന ഒരു ഗ്രന്ഥം, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയത് എങ്ങനെ പറയും? ഇത് ദിവ്യമാണ്. ഇതുപോലെ അത്ഭുതമായിട്ട്. അതുകൊണ്ട് മൻ സറഹു, ആർക്കെങ്കിലും അല്ലാഹും അവന്റെ റസൂലും അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയൻദുർ ഫിൽ മുസ്ഹഫ്, മുസ്ഹഫിലേക്ക് നോക്കട്ടെ, ഖുർആനുമായുള്ള ബന്ധം എത്രയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴി, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. രണ്ടാമത്തേത്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള, അവന്റെ സ്നേഹം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി. നമ്മൾ എത്ര ചർച്ച ചെയ്യാൻ പോകുന്നത്? എത്രണ്ണാണ്? 3 ഒന്നായി. രണ്ടാമത്തേത് അന്നവാഫിൽ, സുന്നത്തുകളായ കാര്യങ്ങൾ ചെയ്യുക. ഫർള് ഇപ്പൊ എല്ലാവരും ചെയ്യണമല്ലോ.
സുബഹി നിസ്കരിക്കണമല്ലോ എന്ന് വേദം പറയേണ്ട കാര്യമില്ല എന്നാ. മുസ്ലിമീങ്ങൾ അത് ചെയ്യുമല്ലോ. അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുൽ ഫജ്ർ അതുകൂടെ അങ്ങ് നിസ്കരിച്ചേക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. സുന്നത്ത് നിസ്കരിക്കാത്തൊരു സുന്നത്ത് തുടങ്ങണം, ഫർളുമ മാത്രം നിർത്തല്ലേ. അത് ഏത് ലോക്കൽ മുസ്ലിമും ചെയ്യണ പണിയല്ലേ. ഫർള് നിസ്കരിക്കുക 5 നേരം, അത് ചെയ്യാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എന്നാ നമ്മൾ അങ്ങനെ ചിന്തിക്കണത്. അതുണ്ടല്ലോ ബൈ ഡിഫോൾട്ട്, അതിൽ പിന്നെ ചർച്ചയില്ലല്ലോ. നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു? അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, മുത്തുനബിയെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിലേക്കൊരു മനുഷ്യനെ അടുക്കാൻ കഴിയുന്നത് വമാ തഖറബ ഇലയ്യ അബ്ദി ബിമിസ്ലി മഫ്തറൽതുഹു അലൈഹി, ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാളും ഒരു മനുഷ്യൻ എന്നോട് അടുക്കാൻ വേറെ വഴിയില്ല. ഞാൻ നിർബന്ധമാക്കിയത് അവൻ ചെയ്തേ പറ്റൂ. അപ്പോഴാണ് എന്നിലേക്ക് അവൻ അടുക്കുന്നത്. ഇനി എന്റെ സ്നേഹം കിട്ടാൻ ഞാൻ സുന്നത്താക്കിയത് അവർ ചെയ്യണം. ഈ ഹദീസിന് വലിയൊരു അത്ഭുതമുണ്ട്. ഖുദ്സിയായ ഹദീസാണ്. എന്താ പറഞ്ഞത്? നമ്മൾ നിർബന്ധമായും ചെയ്യുന്ന ഒരു കാര്യം വലിയ കൂലി എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? നമ്മൾ പറയില്ലേ, വീട്ടിലേക്ക് ഒരാളെ കൂലിപ്പണിക്ക് വിളിച്ചു, വൈകുന്നേരം വരെ ജോലി ചെയ്യാന്ന് പറഞ്ഞ പണിപ്പല്ല എന്നാ കേട്ടത്. 7 മണിക്ക് വന്ന് 3-2 മണിക്കൊക്കെ കൈയ്യേകി പോയി. അതിൻ്റെ ഇടക്കൊന്ന് പാട്ട് കേൾക്കാനൊരു അവസരം, പിന്നെ കടന്നുറങ്ങാനൊരു സമയമൊക്കെ കൊടുത്തിട്ട് 2-3 മണിയാകുമ്പോഴേക്കും അവർ പോയി വൈകുന്നേരത്തെ വേറെ ജോലിക്ക് പോവുക. അതിന് 1000 റുപ്യ കയ്യിൽ വാങ്ങിയിട്ട് പോവാന്നാ കേട്ടത്. അങ്ങനെ തന്നെയാണ് ഊണൊക്കെ ഇവിടെ നാട്ടിലൊക്കെ. കൂലിപ്പണിക്ക്, തേപ്പിന്, പടവിന് ഒക്കെ വിളിച്ചാലേ 8 മണിക്ക് വരിക. എന്നിട്ട് അങ്ങനെ ആടിപ്പാടി ചായയൊക്കെ കുടിച്ചിട്ട് 2 കല്ലൊക്കെ ചെത്തി ഒന്ന് വെച്ചിട്ട് മിനിക്കിയിട്ട് 2 മണി ടൈം ആയല്ലോ, പോകുന്ന ടൈം കൃത്യമാണ്. എന്നിട്ട് വേറെ ജോലിക്ക് എന്തിനും പോവുക, പണി ചെയ്യാണ്ടിരിക്കുക, അതിൽ വഞ്ചന ചെയ്യുക, കുറേ കടന്നുറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഈ വക സർവ്വമാന തട്ടിപ്പും നടക്കുന്ന ഒരു കാലാണ്. അള്ളാഹു കാവല് നൽകട്ടെ. വല്ലാത്ത വിഷമാണ് മുഅ്മിനീങ്ങളെ. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയാ, ആ ഒരു കൂലിപ്പണിക്ക് വന്ന ആള്, സാധാരണ നാട്ടിലെ കൂലിപ്പണിക്കാരൊക്കെ 2 മണിക്കോ 3 മണിക്കോ 5 മണിക്കാണ് എൻ്റെ നാട്ടിലൊക്കെ ഉള്ള ടൈം. ഇനി ഇവിടെ എന്ത് ടൈം എനിക്ക് അറിയില്ല. രാവിലെ ഒരു 7-8 മണിക്ക് വന്നാൽ വൈകിട്ട് 5 മണിക്ക് കയറി പോവാന്ന് നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ കേട്ടോ. നിങ്ങളൊക്കെ കുറച്ച് പൈസ ഏറെ കൊടുത്തിട്ട് വരെ മടിയന്മാരാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ 5 മണിക്ക് പോവേണ്ട ഒരു പണിക്കാരൻ, അയാൾക്ക് ആ ശമ്പളം ഒരു 500, 600, 700, 800 ആട്ടെ. 5 മണി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ എടുത്താലല്ലേ നമുക്ക് അവരോട് സ്നേഹം തോന്നുള്ളൂ. 5 മണിക്കൂർ എടുത്തത് അവന്റെ പണി തന്നെയല്ലേ, അതിനിപ്പോ എന്ത് പറയാനിരിക്കുന്നു? അത് എങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക? അള്ളാഹു പറയണത്, ആ നിർബന്ധമായത് ചെയ്യുമ്പോൾ അവൻ എന്നോട് അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയാം. അങ്ങനെ 5 നേരത്തെ ഫർള് നിസ്കരിക്കുമ്പോഴേ, റമളാനിന്റെ നോമ്പനുഷ്ഠിക്കുമ്പോഴേ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോഴേ, ഹജ്ജ് ചെയ്യുമ്പോഴേ അള്ളാഹുവിനോട് നമ്മൾ അടുക്കുകയാണ്. ഞാൻ നിർബന്ധമാക്കിയില്ലേ. എന്താ അതിനർത്ഥം എന്നറിയോ? എന്റെ അടിമക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവനെ വേണം. എന്റെ മുമ്പിൽ അവൻ വന്ന് നമിച്ചിരിക്കണം. എനിക്കും അവനും തമ്മിലുള്ള ബന്ധം അവനിഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് വേണം. അങ്ങനെ ഉണ്ടാവും. ചില വെറുപ്പിക്കണ വിളിക്കാറുണ്ടാവും. എന്ത് ചെയ്യാ? ഒരാൾക്ക് ആളെ ഇഷ്ടമല്ല, എന്നാലും വിളിച്ചുകൊണ്ടിരിക്കും. ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും വിളിക്കും. ഇനി വർത്താനം തന്നെ പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പരപരാ വിളി. അള്ളാഹു പറഞ്ഞത് അങ്ങനെയല്ല. നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെടോ, എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 5 നേരം നീ എന്ത് ജോലി തിരക്കാണെങ്കിലും തൊട്ടടുത്ത് കിട്ടുന്ന നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കയറി നീ നിസ്കരിക്ക്. എനിക്ക് ആ സമയം നീയുമായി സംസാരിക്കണം. അതെന്റെ ഇഷ്ടമാണ്, എന്റെ ആഗ്രഹമാണ്. അത് ഞാൻ വിട്ടുതരൂല. അതാണ് ഈ ഫർള് നിസ്കാരത്തിന്റെ യുക്തി. ഞാനത് വിട്ടുതരൂല, എനിക്ക് നിന്നെ വേണം. അള്ളാഹു പറയാ. എന്തൊരു അത്ഭുതമാണല്ലേ. നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ്ക്ക് എന്താ മെച്ചം കിട്ടാനാണ്. നമുക്ക് മെച്ചം കിട്ടും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കിയതിനോളം എന്നോടടുക്കാനുള്ള വഴി വേറെയില്ല. എന്നാൽ അല്ലാഹു തആല പറയുന്നത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറയട്ടെ, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ. ഞാൻ നിർബന്ധമാക്കിയ ഫർള് കൊണ്ട് ഞാനും അവനും അടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടക്കുള്ള സുന്നത്ത് കുറച്ച് എക്സ്ട്രാ ഞാൻ നിർബന്ധമായി പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജോലി ചെയ്തില്ലേ. ളുഹറിന് വന്നു, അതിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പോകുന്നില്ല, അവൻ 2 റക്അത്ത് പിന്നെ സുന്നത്ത് നിസ്കരിച്ചു. പിന്നെയും പോയില്ല, അവർ 2 പേജെങ്കിലും ഖുർആൻ ഓതി. വേറെ പണിയൊന്നും തിരക്കൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പൊ എനിക്ക് അവനോടൊരു സ്നേഹം കൂടും. ഹത്താ ഉഹിബ്ബ, എനിക്ക് അവനോടൊരു മനസ്സിനുള്ളിൽ ഒരു സ്നേഹം വരും. യാ അല്ലാഹ്, അത് നമുക്കുണ്ടോ? നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? അതൊക്കെ വിദഅത്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടുകയാണോ? നമ്മൾ എന്താ ചെയ്യുന്നത്? ചിന്തിക്കേണ്ട കാലമാണ്. സുന്നത്ത് ചെയ്യുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുദ്സിയായ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അല്ലാഹു പറയുന്നതായിട്ടാണ്. ഈ ഹദീസിന്റെ രീതി അങ്ങനെയാണ്. അല്ലാഹു പറയുന്ന ഖുർആൻ അല്ലാത്ത വചനങ്ങളുണ്ട്. അതിനാണ് ഹദീസ് ഖുദ്സി എന്ന് പറയാം. അല്ലാഹുവിന്റെ വചനം തന്നെ, പക്ഷെ ഖുർആൻ അല്ല. ഫഇദാ അഹ്ബബ്തുഹു,
ഞാൻ അവനെ എങ്ങാനും സ്നേഹിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? പിന്നെ ഈ ചെവിയുടെ പരിധി 20 മുതൽ 20,000 ഹെർട്സ് അല്ല, പിന്നെ അതിനപ്പുറമുള്ളത് കേൾക്കാൻ കഴിയും. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് പിന്നെ ഞാനാണ്. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാണ്. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ തൊടുന്ന കൈ ഞാനാണ്. അവൻ നടക്കുന്ന കാല് ഞാനായി മാറും. അല്ലാഹു പറയാൻ ചില വലിയ വലിയ അത്ഭുതങ്ങൾ കയ്യിലും കാലിലും കണ്ണിലും കാതിലൊക്കെ കാണാൻ തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. സ്നേഹം കൂടിയാൽ അങ്ങനെയാണ്. പിന്നെ കാണാത്തത് കാണാൻ കഴിയും, കേൾക്കാത്തത്. ചില മനുഷ്യരുടെ മനസ്സൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്ന അവസ്ഥകളുണ്ടാവും. അതൊക്കെ വലിയ അത്ഭുതമാണ്. ഏത് കള്ളന്മാരും മുഖത്ത് നോക്കിയാൽ തിരിയുന്ന, എത്ര പൗഡർ ഇട്ടിട്ടും കാര്യമില്ല, മുഖത്ത് നോക്കിയാൽ കള്ളത്തരം ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കാണും. മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ആരും കാണാതെ കുറ്റം ചെയ്യുന്ന ആളുകളെ, തിന്മ ചെയ്യുന്ന ആളുകളെ മുഖത്തതിൻ്റെ കറുപ്പടയാളം മുഅ്മിനീങ്ങളുടെ കണ്ണിൽ അല്ലാഹു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന. സുബ്ഹാനല്ലാഹ്. പൂഴ്ത്തി വെക്കാൻ കഴിയില്ല. വലിയ വലിയ ഔലിയാക്കന്മാര് മഹാന്മാരൊക്കെ ചെന്ന് കാണുകയാണെങ്കിൽ മുഖം പൊത്തി പോവാൻ നമുക്കൊക്കെ നല്ലത്. ഞാൻ എൻ്റെ കാര്യം പറയാം, നമ്മളെല്ലാവരും എന്തെന്നറിയോ, അവർക്കത് നോക്കിയാൽ മനസ്സിലാവും. കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാൻ. എന്തുകൊണ്ട്? എന്നോട് ഇഷ്ടമുള്ള ആളാണ്, ഞാൻ അവരങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് ആ സ്നേഹം കിട്ടിയതെന്നറിയണേ, സുന്നത്ത് ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു മിൻഹു ദിറാഅ. എന്നോട് ഒരു ചാൺ അടുത്തു കഴിഞ്ഞാൽ, അല്ലാഹു പറയാം, ഒരു ചാൺ അടുത്തു, ഞാൻ ഒരു മുഴം അയാളോട് അടുക്കും. എന്ന് പറഞ്ഞാൽ പെരുന്നാൾക്ക് നിസ്കരിക്കാൻ വന്നിട്ടുള്ളൂ, അള്ളാഹു അയാളെ സ്നേഹിച്ചു തുടങ്ങും. അതിനിടക്കൊന്നും പള്ളിക്ക് വന്നിട്ടില്ല, അല്ല 27 ആരോ പിടിച്ചു കൊണ്ടുവന്നതാണ്. ഇന്നൊന്ന് വാടോ, ഇന്നത്തെ രാത്രി വല്ലാത്ത രാത്രി, ഇന്നും കള്ളുടിയൊന്നും വേണ്ട. ഒരു ചാൺ എടുത്തിട്ടുള്ളൂ, അള്ളാഹു അവനോടങ്ങ് അടുക്കും. പിന്നെ അവന് പെരുന്നാൾ നിസ്കരിക്കാൻ വരാൻ ആഗ്രഹം തോന്നി തുടങ്ങും. അപ്പൊ പെരുന്നാസ്കാരത്തിന് വരുമ്പോൾ ആരോ പുതിയ ചെരുപ്പ് കട്ടുണ്ടോ, നിർത്തും ചെയ്യും, ഇനി ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പൊ കുഴപ്പം, നല്ല ചെരുപ്പിട്ട് പോകാൻ പറ്റാത്ത കാലം. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കാൻ വരുന്ന ഗവൺമെന്റിനാണല്ലോ ഇപ്പൊ ഈ പൊക്കി കൊണ്ടുപോകുന്നത് അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടത്? പെരുന്നാൾക്ക് പോകുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ചെരുപ്പിട്ടിട്ടൊക്കെ ആൾക്കാർ പോകല് ചില നാട്ടിലൊക്കെ. ഇവിടെ ഇല്ല. അൽഹംദുലില്ലാഹ് യാ റബ്ബ്, അൽഹംദുലില്ലാഹ്. എന്നാ ഞാൻ പറഞ്ഞ് പിൻവലിച്ചു, നിങ്ങളെ പറ്റിയല്ല. അപ്പോ ആരെങ്കിലും നന്നായി വരുമ്പോഴേക്കേ പിന്നെ ഓനെ പിന്മാറ്റാനുള്ള പരിപാടിയാണ്. ആകെ പുതിയതൊക്കെ മാറ്റിയിടും. നാളെ പെരുന്നാൾ പുതിയ കുപ്പായൊക്കെയുള്ള സുന്നത്താട്ടോ. തീരെ കുളിക്കാത്തവനാ, ഓനൊന്ന് കുളിപ്പിച്ചൊക്കെ കുപ്പായൊക്കെ മാറ്റി കൊടുത്ത് സ്പ്രേ ഒക്കെ അടിച്ചെടുത്ത് നല്ല സെന്റൊക്കെ പൂശി കൊടുത്തവനെ മൊഞ്ചാക്കി കൊണ്ടുവരിക. പുതിയ ചെരുപ്പൊക്കെ ഇട്ടില്ലേ എന്ന് പെരുന്നാൾക്ക്, ഇതൊക്കെ സുന്നത്താ. ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങാൻ പോവാണേ, അന്ന് അവൻ്റെ ചെരുപ്പാരോ അടിച്ചു മാറ്റി. ഈ പണിക്ക് ഞാൻ ഇല്ലട്ടോ, എൻ്റെ ചെരുപ്പാണ് പോയത്. അപ്പോ അങ്ങനെ നന്മയിൽ നിന്ന് പിന്മാറ്റുന്ന ചില ഘടകങ്ങളൊക്കെ ഞാൻ ഉദാഹരണം പറയാൻ, മനുഷ്യന്മാരുടെ ചില വാക്കുകളും ചില കമന്റുകളും. എനിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? ഞാൻ ബീവറേജിന്റെ മുമ്പിൽ നിൽക്കണ ആളെ കണ്ടത്, സൊഫിൽ നിൽക്കണ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ അവൻ്റെ പഴയ കഥയൊക്കെ പറഞ്ഞാൽ സാധുന്ന് വന്നതങ്ങ് മുടക്കും, പിന്നെ അവൻ തിരിച്ചു പോകും. അങ്ങനെയൊന്നും പറയരുത്. ഒരു ചാണെടുത്താൽ അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഒരു മുഴമെടുക്കും. ചാണിന്റെ ഡബിൾ ആയിരിക്കും മുഴം. ومن تقرب إلي ذراعا تقربت إليه باعا. من تقرب إلي ذراعا تقربت إليه باعا. എൻ്റെ മുമ്പിലേക്ക് ഒരു മുഴം എടുത്തു വന്നാൽ ഞാൻ അവനിലേക്ക് ഒരു ബാഅ്, ഇതിനിപ്പോ എന്താ മലയാളത്തിൽ പറയാ, ഒരു മാറ് എന്നോ, ഒരു മാറ്, ഒരു മുഴം ഒരു മാറ്, അപ്പൊ ഇതിന്റെ ഡബിള്. എന്നിട്ട് എന്താ അത്ഭുതം എന്നറിയോ? ഇനി ഒരു മാറ് അള്ളാഹുലേക്ക് അടുത്താൽ എന്തു ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല എന്നാ, അള്ളാഹു തആല പറഞ്ഞില്ല എന്നാ. ഇനി പറയാനില്ല, അത്രക്ക് വന്ന പിന്നെ ഞാൻ അവനെ കെട്ടിപ്പുണർന്നില്ലേ. അതുകൊണ്ട് ഒരു ചാൺ ഒരു മുഴം, ഒരു മുഴം ഒരു മാറ്, ഒരു മാറിനിലേക്ക് വന്നാൽ എന്ത് എന്ന് അള്ളാഹു പറഞ്ഞില്ല എന്നാ. സഖത, അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയാണ്ടോ, എൻ്റെ ആളായില്ലേ എന്ന്. അതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ വീണ്ടും ആ ഹദീസിൽ പറയുന്നത്, മൻ അതാനി യംശി അതൈതുഹു ഹർവല. എൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നു വന്നവനെ ഞാൻ ഓടിച്ചെന്ന് സ്വീകരിക്കും. ഒരു ചമ്മലുണ്ടാവും ചിലപ്പോൾ, ജ്യേഷ്ഠനോട് പണക്കുണ്ട്, ഇങ്ങനെ അപ്പൊ കാനോട് പോയി പൊരുത്തപ്പെടിക്കുക. അപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ നാണിച്ച് നാണം കുടുങ്ങിയായിട്ട് ഇങ്ങനെ വരുമ്പോ ജ്യേഷ്ഠൻ്റെ ഒരു നല്ല മനുഷ്യനെ പുറത്തു കൊടുക്കാൻ വേണ്ടി അവൻ വന്നാൽ ഞാൻ അവനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ പഴയ കാലം കേസ് കൊടുത്തതും ജ്യേഷ്ഠനെ ജയിലിൽ കയറ്റിയതും പഴയ കഥകളൊക്കെ ഉണ്ടാവില്ല എല്ലാ നാട്ടിലും.
പിടിക്കാൻ വേണ്ടി വരികയാണ്. നടന്നു വരുമ്പോ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? ഓടിച്ചെന്നിട്ടാണ് കഴിഞ്ഞോ, നമ്മളൊക്കെ ഒരു ഉമ്മാന്റെ മക്കളല്ലേ മോനെ, നമ്മളൊക്കെ ഇങ്ങനെ പിണങ്ങേണ്ടവരായിരുന്നോ എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠൻ കെട്ടിപ്പിടിക്കുന്നത്, ഒരു ജ്യേഷ്ഠത്തിയെ, ഒരു അനിയത്തിയെ, ഒരു ജ്യേഷ്ഠത്തെ കെട്ടിപ്പിടിക്കുന്നത്, പുറത്തു കൊടുക്കുന്നത് ഓർത്തു നോക്കി. അള്ളാഹ് പറയാണ്, എൻ്റെ അടുത്തൊക്കെ നടന്നു വന്നാൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. ഇനി അത്ഭുതം എന്താണെന്നറിയോ? എൻ്റെ അടുത്തൊക്കെ ഓടിച്ചെന്നാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല എന്നാ. ഓടിച്ചെന്നതിന്റെ എന്റെ ആളായില്ലേ, ഇനി എന്താ ഞാൻ പറയാ? അതുകൊണ്ട് ഓടി വരുന്നവർക്ക് എന്ത് കൊടുക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞില്ല. നോക്കണം, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മഹബത്തിന്റെ രീതി അങ്ങനെയാണ്. സുന്നത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയും. അവൻ നിർബന്ധമാക്കിയത് ചെയ്തു, പുറമെ എക്സ്ട്രയും ചെയ്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൻ അതാനി യംശി അതൈതുഹു ഹർവല. എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. എന്നിലേക്ക് ഓടി വന്നാലോ എന്റെ ആളായില്ലേ. അതുകൊണ്ട് സുന്നത്തായ നോമ്പുകളും സുന്നത്തായ സ്വതക്കകളും സുന്നത്തായ ദാനധർമ്മങ്ങള് എല്ലാം വർദ്ധിപ്പിക്കുക. മുഹറം മാസാണ്. മുഹറത്തിന്റെ 9, 10 ആശൂറയിന്റെയും താസുവാഇന്റെയും സുന്നത്ത് നോമ്പുകൾ വരുന്നുണ്ട്. നാട്ടിലിപ്പോ എന്നാ ചൊവ്വ ബുധന തിങ്കൾ ചൊവ്വ, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മുഹറത്തിലെ 9, 10 നോമ്പുകളാണ് സുന്നത്ത് എടുക്കുക. റമദാൻ നോറ്റില്ല, അതന്നെ ധാരാളല്ലേ എന്ന് പറഞ്ഞ് നടക്കണമല്ല. അങ്ങനെയല്ല, സുന്നത്ത് ചെയ്യുക. അപ്പൊ ഒരു സ്നേഹം റബ്ബിന്റെ അടുത്ത് നിന്ന് കിട്ടും. അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക. അല്ലാതെ ഒരു ചടങ്ങ് ചെയ്ത് നമുക്ക് മടുപ്പ് വരും. അതിനൊന്നും ആവശ്യമില്ല. ഈ സ്നേഹം നടിക്കണുണ്ടല്ലോ, അതൊക്കെ കുറച്ചേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? നമ്മൾ ഈ നിക്കാഹ് കഴിയുന്ന മുമ്പ് നിങ്ങൾ വർത്താനം പറയേണ്ട, അതൊക്കെ നാട്യമാണ്. കല്യാണം കഴിഞ്ഞാൽ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുള്ളൂ എന്നാ. കല്യാണം നിക്കാഹ് കഴിയുമ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ ആദ്യത്തെ ഹണിമൂൺ മറ്റേ മലേഷ്യക്ക സിംഗപ്പൂർക്കാണ് കേട്ടോ, ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവള് പൊന്നാരൊക്കെ അത്രയൊന്നും പൈസ ചിലവാ കണ്ടോ, അത് കുഴപ്പമില്ല, നീ നമ്മളെ സ്വന്തം ആളല്ലേ. ഇതൊക്കെ പറയും നിക്കാഹിന്റെ മുമ്പ്. നിക്കാഹ് കഴിഞ്ഞാൽ സ്വന്തം ആളായി. എപ്പോഴും അക്കരെ കിടക്കണതിന് പച്ചപ്പുള്ളൂ എന്നാ. അന്യന്റെ പെണ്ണിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം തോന്നുക. സ്വന്തം ഭാര്യയായി അവളിങ്ങോട്ട് വന്നാൽ ഈ പ്രേമൊക്കെ നിൽക്കും. പിന്നെ ഒരു മടുപ്പ് വരും. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ മറ്റു പെണ്ണുങ്ങളടുത്ത് പോണ മനുഷ്യന്മാരൊക്കെ ആലോചിക്കും. അപ്പുറത്ത് നിൽക്കുമ്പോൾ എന്തോ അകത്തങ്ങ് വന്നാൽ. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ഒപ്പിക്കൽ വേണ്ട, നിങ്ങൾ അതുകൊണ്ടാണ് അത് പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിട്ട് യൂറോപ്പുകാർക്കൊരു പരിപാടിയുണ്ട്, ഡേറ്റിംഗ് എന്ന് പറയാം. അതൊക്കെ അല്ല തിരുവള്ളൂർക്കൊക്കെ വരുമെന്ന് അള്ളാഹു എനിക്ക് പേടിയാണ്. ഈ നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ 18 വയസ്സായ പിന്നെ ഒരാളെ പ്രേമിക്കുക നിർബന്ധമാണെന്ന അമേരിക്കൻ വെസ്റ്റേൺ രാജ്യങ്ങളിൽ. വീട്ടിൽ നിന്ന് ഇറക്കി വിടും. 18 ആയി കഴിഞ്ഞ് എൻ്റെ ആളൊപ്പം പോയിക്കോന്നാ. ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പോലെ നിർബന്ധമാണ്. എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഫെയിലിയർ ആവും. നിക്കാഹ് ആയി കല്യാണം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു അടിച്ചു പിരിയും. എന്തേന്നറിയോ? ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മോശ സ്വഭാവം കാണിക്കും. ഫ്രണ്ട്സ് ആകുമ്പോൾ എല്ലാവരും നല്ല മുഞ്ചിലല്ലേ നടക്കുക, എന്തോരം നല്ല സ്വഭാവമായിരിക്കും. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിലെ സ്വഭാവം നിങ്ങളുടെ ഒറിജിനൽ അല്ല, അത് നിങ്ങൾ കാട്ടിക്കൂട്ടാണ്. ഒറിജിനൽ ആവുന്നത് നിങ്ങളുടെ സ്വന്തമായി. ഇനി ഇവള് പോവില്ല, എന്റേതാണ്. അവിടെ നിങ്ങൾ എന്ത് പെരുമാറുന്നു അതാണ് ഒറിജിനൽ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്താൽ മതി. അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിലൂടെ വിവാഹം ചെയ്യാൻ പറഞ്ഞത്. മറ്റേതൊന്നും നിലനിൽക്കൂല, പലതും പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. അപ്പോഴാ പറയപ്പെടുന്ന, അല്ലോ കല്യാണത്തിന്റെ മുമ്പ് എന്തൊരു പഞ്ചാരവാക്ക് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പൊ എന്നെ ഈ അടിക്കണതെന്നാ. ഈ നിർബന്ധം പോലെയാണ്. വിത്ർ നിസ്കരിക്കുക ഇശാ കഴിഞ്ഞാൽ പിന്നെ 3 റക്അത്തോ മിനിമം 1 റക്അത്തോ വിത്ർ നിസ്കരിക്കണം. ഇജ്അലൂ ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റാ. രാത്രിയിൽ സുബ്ഹിന്റെ മുമ്പ് നിങ്ങൾ അവസാനം നിസ്കരിക്കുന്ന നിസ്കാരം അത് വിത്റായിരിക്കണം എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഊതിറ ഖബ്ല അൻ അനാം. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, എന്നോട് എന്റെ റസൂൽ പറഞ്ഞു, അബൂ ഹുറൈറ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിച്ചോളി, വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങിക്കോളി. കാരണം സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ. അപ്പൊ എന്നോട് എന്റെ നബി പറഞ്ഞു, ഔസാനി ഖലീലി, എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, എന്നോട് എന്റെ നബി പറഞ്ഞു, എന്ത് ഉമറേ, നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ നടന്നോട്ടെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് വിത്ർ നിസ്കരിച്ചാൽ മതി. എന്തേന്നറിയോ, ഉമർ തങ്ങൾ ശക്തനാണ്. ആ എണീക്കുന്ന് പറഞ്ഞു എണീറ്റിട്ടുണ്ടാവും, പിന്നെ ഞാൻ മിസ്സായിപ്പോയി, അതൊന്നും ഉമർ തങ്ങൾക്കില്ല. ആ ധൈര്യം കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഉമറെ, നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ പോട്ടെ. പിന്നെ അബൂ ഹുറൈറ തങ്ങളെ ചെറിയ വൈഫല്ലേ, ഉമർ തങ്ങളെ പോലത്തെ അത്ര ഉഷാറൊന്നും കാണൂലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി. പിന്നെ എണീക്കുമ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ, എന്റെ സമയം നഷ്ടപ്പെട്ടില്ലേ. അപ്പൊ രാത്രിയിൽ അവസാനത്തെ നിസ്കാരം, സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അത് എഴുന്നേറ്റിട്ട് വിത്തറാക്കി മാറ്റും. വിത്തർ 3 റക്അത്ത് നിസ്കരിച്ചു, 1 റക്അത്ത് നിസ്കരിച്ചിട്ട് 4 ആക്കുന്നു, പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ 2, പിന്നെ 1, അങ്ങനെ ഒറ്റയായിട്ട് നിസ്കരിക്കുക. അതൊക്കെ ഉസ്താദന്മാർ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അപ്പോ വിത്തർ നിസ്കരിക്കുന്നത് സുന്നത്താണ്. നബി തങ്ങൾ പറയുന്നു, ഇജഅലൂ ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ അവസാനം രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്നത് വിത്ർ നിസ്കാരമാവട്ടെ. അത് കഴിഞ്ഞിട്ടാ കടന്നുറങ്ങേണ്ടത്. ഫോൺ വിളിച്ചിട്ടാ കടന്നുറങ്ങുക, മറ്റൊക്കെ ലൈക്ക് അടിച്ചിട്ട് അല്ലെങ്കിൽ കമന്റ് അടിച്ചിട്ടാ കടന്നുറങ്ങുക. എങ്ങനെ നമുക്ക് ഈ ഉമ്മത്തിന് ഹിദായത്ത് ഉണ്ടാവും? പിന്നെ നിങ്ങൾ അവസാനം ചെയ്യുന്ന ജോലി അള്ളാഹുമായുള്ള ബന്ധമാവട്ടെ. ആ ഒരു ഉറക്കിൽ കടന്നുറങ്ങി അള്ളാഹുവിന്റെ മലക്കിന്റെ മൗത്ത് നിങ്ങളുടെ റൂഹിനെ പിടിക്കുകയും നിങ്ങൾ ഉറക്കത്തിലായി മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു നല്ല മരണമായിരിക്കും അത്. അതല്ല ഫോൺ എടുത്തു വെച്ചിട്ട് വേണ്ടാത്തത് പറഞ്ഞിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ വർത്തമാനം പറഞ്ഞിട്ടോ കടന്നതാണ്. ആ മരണം അവസാനം ചെയ്ത പണി എന്താന്ന് മലക്കുകൾ നോക്കുക, ലിസ്റ്റ് ഇങ്ങനെ നോക്കും, ഇവൻ എവിടെ പോകണം, ഏത് കാറ്റഗറിയിൽ പെടുത്തണം, അസ്ഹാബു ഷിമാല യമീനാണോ അസ്ഹാബു ഷിമാലാണോ, അവസാനത്തെ പണി എന്താണ്. അപ്പൊ അങ്ങനെ കോൾ ലോഗ് ഇങ്ങനെ എടുത്തു നോക്കുകയാണ് മലക്കുകൾ. യാ അല്ലാഹ്, മറ്റോ ലോക നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വിത്ർ നിസ്കരിക്കണേ. രാത്രിയിൽ അവസാനത്തെ നിങ്ങളുടെ ബന്ധം അള്ളാഹുവിനോട്, നിങ്ങളുടെ കണക്ഷൻ എന്ന് പോയത് അർശിലേക്കാണ്, ഭൂമിയിലെ ടെലിഫോൺ ടവറിലേക്കല്ല. നിങ്ങളുടെ കണക്ഷൻ ഇവിടേക്കായിരുന്നു, അർശിന്റെ മുകളിലേക്കായിരുന്നു. ആ ഒരു കണക്ഷൻ ചെയ്തിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അതാണ് വിത്ർ. അതുകൊണ്ടാണ് ഇമാമുന അഹ്മദ് തങ്ങൾ പറയുമായിരുന്നു, ഹംബലി മദ്ഹബിന്റെ ഇമാമുമാർ അത് ഉദ്ധരിച്ചു മഹാനവരുടെ അഭിപ്രായമായിട്ട്. എന്താണ് ഹംബലി മദ്ഹബിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത്, വഅഅലം അന്ന മനിസ്തമറ അലാ തർക്കി സ്വലാത്തിൽ വിത്ർ, വിത്ർ നിസ്കാരം നിരന്തരം നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന ആളുകൾ ഫഹുവ ഫാസിഖുൻ തുറദ്ദു ഷഹാദതുഹു, അവൻ കാപട്യമുള്ള ആളാണ്, ഫാസിഖാണ്, അവന്റെ സാക്ഷിത്വം പോലും സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് എന്റെ അഭിപ്രായമെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എങ്ങനെ നിരന്തരം വിത്ർ നിസ്കരിക്കാറേ ഇല്ല, ഇശാ നിസ്കാരം അതന്നെ ധാരാളല്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതല്ല, വിത്ർ നിസ്കരിച്ചില്ലെങ്കിൽ, വിത്ർ നിസ്കാരം നടന്നിട്ടില്ലെങ്കിൽ, അത് നിരന്തരമായി നിസ്കരിക്കാതെ പോകുന്ന ആളുകളോ ആണുങ്ങളോ പെണ്ണുങ്ങളോ ആണെങ്കിൽ ഫഹുവ ഫാസിഖുൻ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ? തെമ്മാടിയായി തിന്മ ചെയ്യാൻ മടിയില്ലാത്ത ആള് എന്നതിനർത്ഥം. പരസ്യമായിട്ട് റമളാനിലൊക്കെ ഒരു വീട് വിളിച്ച് നടന്നു പോയി, വീടിന്നില്ലല്ലേ, സിസർ വെച്ച് അല്ലെ കള്ളു പിടിച്ച് നടന്നേക്കും. തുറദ്ദു ഷഹാദതുഹു, മാസം കണ്ടു നോൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്നാ, നിക്കാഹിന്റെ സാക്ഷിയിൽ അവനെ പെടുത്താൻ പാടില്ല എന്നാ, ഒരു ഖളാഇന്റെ ജഡ്ജിന്റെ മുമ്പിൽ സാക്ഷി വന്നാൽ അവനെ തള്ളും, നിന്റെ സാക്ഷിത്വം സ്വീകരിക്കില്ലടോ, തിരസ്കരിക്കാത്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബല്ല, എന്നാലും ഇതൊക്കെ പരിഗണിക്കണം. ഇതൊക്കെ ആലിമീങ്ങൾ തെളിവുകൊണ്ട് പറയുന്നതാണ്. ഏത് മദ്ഹബായിരുന്നാലും അവർക്കൊക്കെ അതിന് തെളിവുകളും അദില്ലത്തുകളും ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വിത്ർ നിസ്കാരമൊക്കെ ഒന്ന് തുടങ്ങുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇന്നലെ രാത്രി വിത്ർ നിസ്കരിച്ചോളെ കൈപൊക്കിയാട്ടെ.
അൽഹംദുലില്ലാ. ഇനി ഞാൻ പറയണില്ല അതിനെ പറ്റി. ഏതായിട്ട് അൽഹംദുലില്ലാ. ഇത്രയും നല്ല മനോഹരമായ സദസ്സെങ്കിൽ ഇനി ഒന്നും പറയാനില്ല. അൽഹംദുലില്ലാ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള നന്മകളിലേക്ക് പോകാം. മറ്റുള്ള നന്മകൾ നബി തങ്ങൾ പറയുമായിരുന്നു, മൻ മശാ ഇലൽ മസ്ജിദി ഫീ നാഫിലത്തിൻ കാനത് ലഹു കഅജ്രി ഉംറഹ്. മൻ മശാ ഇലൽ മസ്ജിദി ഫീ നാഫിലത്തിൻ, ഒരു പുരുഷൻ ഒരു പള്ളിയിലേക്ക് ഒരു സുന്നത്തിന് വേണ്ടി നടന്നു ചെന്നാൽ, സുന്നത്ത് നിസ്കാരം അത് ഏതാണെന്നറിയോ? ദുഹയെ പറ്റിയാണെന്ന് അഹ്ലുൽ ഇൽം അതിനെ സംബന്ധിച്ച് പറയുന്നു. ദുഹാ നിസ്കാരമാണ്. ദുഹാ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ കാനത് ലഹു കഅജ്രി ഉംറത്തിൻ, ഒരു ഉംറയുടെ പ്രതിഫലം അല്ലാഹു നൽകും. അത് പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ അവൾക്ക് ഉംറയുടെ കൂലിയുണ്ട്. ദുഹാ നിസ്കാരം, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇദർതഫഅത്തി ശംസു ഖദ്റ റുംഹിൻ, ഒരു കുന്തത്തിന്റെ അത്ര എന്ന് പറഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ദുഹയുടെ നിസ്കാരം അല്ലെങ്കിൽ ഇഷ്റാഖിന്റെ നിസ്കാരം ചെയ്താൽ ഒരു ഉംറ ചെയ്ത കൂലി കിട്ടുമത്രേ. അപ്പൊ അതങ്ങ് പതിവാക്കുക. എന്തെങ്കിലും ഒന്ന് വേണ്ടേ പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ? റബ്ബേ, എല്ലാവരും ഫർള് നിസ്കരിച്ചു, ഞാൻ എക്സ്ട്രാ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഇത് പറയാൻ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടേ? ഇതൊക്കെ ചാൻസ് ഇപ്പം മരിച്ചാൽ അതിനൊന്നും നടക്കൂല. അതുകൊണ്ട് എന്ത്, ഇന്ന് തുടങ്ങിക്കോളും. ഇന്ന് രാത്രി വിത്ത് നിസ്കരിക്കാൻ തുടങ്ങുക. നാളത്തെ ഇപ്പൊ ദുഹാന്റെ സമയം ളുഹറിന്റെ മുമ്പായിട്ട് തീരും. അപ്പൊ എന്ത് ചെയ്യുക? നാളെ മുതൽ ദുഹാ നിസ്കാരം തുടങ്ങി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാനായ നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ളലു സിയാമി സിയാമി ദാവൂദ്. ദാവൂദ് നബിയുടെ നോമ്പെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അത് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. യസൂമു യൗമൻ വയുഫ്തിറു യൗമാ. സുന്നത്തായ നോമ്പിന്റെ സമയം റമദാൻ അല്ലേ? ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേന്ന് നോമ്പില്ല, പിറ്റേന്ന് നോമ്പെടുക്കും, പിറ്റേന്ന് നോമ്പില്ല. അങ്ങ് ഒന്നിടവിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നോമ്പെടുക്കുക. അത് നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല, നോമ്പിന്റെ വിഷയങ്ങളിൽ വെറും ഒരു വ്യാഴാഴ്ചത്തെയോ തിങ്കളാഴ്ചത്തെയോ സുന്നത്ത് നോമ്പ് മാത്രമല്ല, അയ്യാമുൽ ബീദിന്റെ നോമ്പ് മാത്രമല്ല, ഓരോ അറബ് മാസത്തെയും 13, 14, 15 നോമ്പുകൾ മാത്രമല്ല. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ചില മാസങ്ങളിലെ ശനിയും ഞായറും തിങ്കളും നോമ്പെടുക്കും. വേറെ ചില മാസങ്ങളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ യൗമുൽ സുലാസാ വൽ അർബിഅ വൽ ഖമീസ്, ചൊവ്വയും ബുധനും വ്യാഴവും നോമ്പെടുക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഇതൊക്കെ സുന്നത്തുകളാണ്. അയ്യാമുൽ ബീദ് മാത്രം നോക്കണ്ട. ചില മാസങ്ങളിൽ എന്ത് ചെയ്യുക? മഹദി റളിയല്ലാഹു തആല അൻഹ നോമ്പെടുക്കുന്നത് അസ്സബ്തു വൽ അഹദ് വൽ ഇത്നൈൻ, ശനി ഞായർ തിങ്കൾ 3 ദിവസം, പിന്നെ ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മാസങ്ങളിൽ യസൂമു മിനശ്ശഹരി, നബി തങ്ങൾ ചില മാസങ്ങളിൽ നോമ്പെടുക്കും 4 അയ്യാം, 4 ദിവസം തുടർച്ചയായി നോമ്പ്. ഔ ഖംസ അല്ലെങ്കിൽ 5, ഔ സബ്അ അല്ലെങ്കിൽ 7, ഔ തിസ്അ അല്ലെങ്കിൽ 9 ദിവസം ഏതെങ്കിലും മാസങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റും. അറിയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ പള്ളെടുക്കാൻ വേണ്ടി പോയി റോഡൊന്നും ഇല്ലാതെ കുറെ ഉള്ളിന്റെ ഉള്ള്, തിരുവള്ളൂരൊന്നും അടിക്കൂലേ, കുറെ റോഡൊന്നും ഇല്ലാത്തെന്ന് പറയുമ്പോ ഓർമ്മ വരാം. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് രാവിലെ വന്ന റൂട്ട് വെല്ലിയാപ്പള്ളിന്ന് ഇങ്ങനെ തിരുവള്ളൂർക്കൊക്കെ വരുമ്പല്ലോ ഓരോ റോഡൊക്കെ കണ്ടപ്പോഴേ സുബ്ഹാനല്ലാഹ്. അപ്പോ ഞാൻ ആ പള്ളിക്ക് പേരിട്ടത് ആഖിറു ദുനിയ എന്നാ, ദുനിയാവിന്റെ അറ്റന്നാ പള്ളി. കൊടുക്കുന്ന സേവനത്തിന്റെ പുണ്യം ഭയങ്കരാണ്. പക്ഷെ അവരുടെ പൈസ അടിച്ചു മാറ്റിയാൽ കിട്ടുന്ന കുറ്റം അതിഗൗരവമാണ്. മനുഷ്യന്റെ കൽബ് നന്നാവാനും ഹൃദയത്തിനുള്ളിലെ കാഠിന്യങ്ങൾ ഇല്ലാതെയാവാനും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനും നബി തങ്ങൾ പറയുന്നു, യതീമായ കുട്ടിയെ ചേർത്ത് പിടിക്ക്.
യതീമിന്റെ തലയിൽ തലോടി കൊടുക്ക്, യതീമിന് ഭക്ഷണം കൊടുക്ക്, യതീമിന് കുടിക്കാൻ നീ കുടിക്കുന്ന നല്ല പാനീയം വാങ്ങിച്ചു കൊടുക്ക്. ഇത് ചെയ്താൽ 2 ഗുണം. നമ്മളൊക്കെ എന്ത് ചെയ്യുക? യതീങ്ങാനക്കാരെ ഏൽപ്പിച്ചൊക്കെ അതുപോലെ നോക്കിക്കോളുന്നു. ഇടക്കൊന്ന് പോയി നോക്കുക, യതീമക്കളുണ്ടോ അവരൊക്കെ ഒന്ന് തലയിൽ തലോടുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്ന ഏറ്റവും നല്ല സ്വതഖ ഖുർആൻ പഠിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, സുദർ മുഅല്ലിമീങ്ങൾ, പള്ളിയിലെ മുദർരിസുമാര്, നമ്മുടെ നാട്ടിലെ ദർസ് നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, 20 കുട്ടികളോ മാഷാ അല്ലാഹ്, നിങ്ങളൊക്കെ ചെലവും കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നല്ല ദീനിന്റെ ഷിആറുകളാണ്. അതൊക്കെ നിലനിർത്തണം. ഇത്ര അറബി കോളേജ് ഉണ്ടെങ്കിലും നമ്മുടെ പള്ളി ദർസുകളുടെ ആ ഒരു പുണ്യവും പള്ളി ദർസിന്റെ ആ ഒരു പാരമ്പര്യത്തിൽ കിട്ടുന്ന ഒരു നൂറും ഒരു ഇർഷാദ് ഉസ്താദിൻ എന്നൊക്കെ പറഞ്ഞ ഒരു സുഹബത്തിന്റെയും ഒരു മഅയ്യത്തിന്റെയും ഒക്കെ ഒരു വലിയൊരു ഘടകമുണ്ട്. അതൊക്കെ നമ്മുടെ പള്ളി ദർസിലൂടെ കിട്ടിപ്പോകുന്നതാണ്. അതൊക്കെ നിലനിൽക്കണം. അതിനൊക്കെ നിങ്ങൾ എല്ലാ സഹായവും ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? അത് വലിയൊരു കർമ്മമാണ്. അവർ ചെയ്യുന്ന സ്വതക്കയാണ് വലിയ സ്വതക്ക. അവർ ചെയ്യുന്ന സ്വതക്ക വലിയ സ്വതക്കയാണ്. നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് ചെയ്യാം? സ്വന്തം ഭാര്യയോട് ഒരാൾ പറയുന്നത്, നീ ഇന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഒരു 2 ആയത്ത് മനഃപ്പാഠമാക്കി, ഹിഫ്ളാക്കി. 2 ആയത്ത് മതി. അൽ ബഖറയിലെ 1 പേജ് വരുന്ന ആയത്തൊന്നും വേണ്ട. 2 വരിയുള്ള ആയത്ത് മനഃപ്പാഠമായി. ളുഹറിന് 2 ആയത്ത്, അസ്റിന് 2 ആയത്ത്, മഗ്രിബ് കഴിഞ്ഞ 2 ആയത്ത് ഹിഫ്ള് ചെയ്യ. അതൊക്കെ കഴിയും. 60-70 വയസ്സ് കഴിഞ്ഞ ഉമ്മുമ്മമാരൊക്കെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട് 60 കഴിഞ്ഞതിന് ശേഷം. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? 2 ആയത്ത് ഹിഫ്ള് ചെയ്യുക, മനഃപ്പാടാക്കുക. അങ്ങനെ വന്നാൽ ഒരു ദിവസം 10 ആയത്തായി. 10 ആയത്ത്. ആ 10 ആയത്ത് രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതും ചെയ്യാം. ഭാര്യയോട് പറയാം, ഭർത്താവിന് പിന്നെ നേരം കിട്ടില്ല, മൂപ്പര് ജോലിക്ക് പോകണ തിരക്കില്ല, മൂപ്പര് മൊബൈലും പിടിച്ച് ഇങ്ങനെ അസർത്തി നടക്കുകയാണ്. ഓരും ചെയ്യണതൊക്കെ. ജോലിക്ക് പോകുന്ന, അധ്വാനിക്കുന്ന, വേറെ ഒന്നിനും തിരിയാനും അറിയാനും നേരല്ലാത്ത അവസ്ഥയാണ്. അവർ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം 10 ആയത്ത് ഹിഫ്ള് ചെയ്യുന്ന പെണ്ണുങ്ങളെ, നിങ്ങളെ രാത്രിയിലെ നിസ്കാരത്തിൽ ഈ 10 ആയത്ത് ഇങ്ങനെ ഓർത്തെടുത്ത് നിൽക്കുന്നു. 2 കൊല്ലം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കാൻ പറ്റും. ഖുർആൻ മുഴുവൻ മനഃപ്പാടാക്കിയിട്ടുണ്ടാവും 2 കൊല്ലം കൊണ്ട്. ഇങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ പിന്നെ എന്താ, നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ? പരിശ്രമിച്ചാൽ കൂലി കിട്ടും അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുമായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ, അത് ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടെ, സത്യസന്ധതയോടുകൂടെ ചെയ്യുക. അപ്പൊ അവരോട് ചോദിച്ചു, എന്താണ് ഈ സുദ്ഖ്, എന്താണ് ഈ ഇഖ്ലാസ്, എന്താണ് ഈ സിൻസിരിറ്റി ആൻഡ് ട്രസ്റ്റ്വർത്ത്നെസ്, എന്താണ് ഈ സത്യസന്ധത, എന്താണ് ഈ ട്രൂത്ത്ഫുൾനെസ്? അള്ളാഹുമായി, സൃഷ്ടാവുമായി നമ്മൾ സത്യസന്ധരാവുക, എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ബിഹർതഫഅൽ ഖൗം, ലോകത്ത് വിജയിച്ചവരും ഉന്നതങ്ങളിലേക്ക് ഉയർന്നവരും ഈ സിൻസിരിറ്റി കൊണ്ടാണ്. മനുഷ്യന്റെ കർമ്മങ്ങളിൽ ആത്മാർത്ഥത. ജനങ്ങൾ കൈയടിക്കണമെന്നോ, ജനങ്ങൾ പുകഴ്ത്തി പറയണമെന്നോ, ജനങ്ങൾ അറിയണമെന്നോ ഒന്നുമല്ല. എന്റെ റബ്ബ് സ്വീകരിക്കണം. അങ്ങനെ ചെയ്തവർക്ക് മുഴുവനും അല്ലാഹു ഉയർച്ച നൽകിയല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും അങ്ങനെയാവട്ടെ. മുത്തനബി തങ്ങളുടെ ഒരു ഹദീസ് കൂടെ ഈ ചർച്ചയിലേക്ക് ചേർത്ത് പറയുന്നു. ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുൻ നാസി ഇൻദല്ലാഹി അൻഫഉഹും ലിന്നാസ്, ഖൈറുൻ നാസി ഇൻദല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവര്, ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിനെ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അതല്ലേ വലിയ അത്ഭുതം. ജനങ്ങളിൽ ഏറ്റവും നല്ലവര് ആരാണെന്നറിയുമോ? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. എത്രയോ ചാരിറ്റി പ്രവർത്തനം, KMCC പോലെയുള്ള സംഘടനകൾ, നമ്മുടെ കാഫില, നമ്മുടെ സഹചാരി പോലെയുള്ള ഒരുപാട് എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ വിഖായ വളണ്ടിയർമാർ ചെയ്യുന്ന സേവനങ്ങൾ തുടങ്ങി ഒരുപാട് സ്വതക്കകൾ ഈ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ഇത്രത്തോളം ചാരിറ്റി ചെയ്യുന്നതിനേക്കാളും വലിയൊരു കർമ്മം ഇല്ലെന്നാണ്. അത്രയും അല്ലാഹുക്ക് ഇഷ്ടം. മനുഷ്യരെ സഹായിക്കുക, അത് ജാതിയും അതൊന്നും പ്രശ്നമല്ല. മനുഷ്യർക്ക് ഉപകാരം ചെയ്യുക. അൻഫഉഹും ലിന്നാസ്, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക്, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് എത്ര ജനങ്ങളിൽ ഏറ്റവും നല്ലവര്. നമുക്ക് അങ്ങനെ ആവണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ പടച്ചവനോട് ചോദിക്കുക. എങ്ങനെയെന്നറിയോ? ഒരാൾ നമ്മളോടൊരു ഉപകാരം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വരുമ്പോഴേ, പ്രത്യേകിച്ച് ഈ പ്രവാസികളൊക്കെ ആകുമ്പോൾ ആൾക്കാർ ചോദിക്കുക, അവിടെ മണലൊക്കെ തോണ്ടി നോക്കിയാൽ ഉള്ളിൽ പൈസയാണെന്ന്, അങ്ങനെ വാരിക്കൊണ്ടുവരാന്ന വിചാരം. അപ്പം ഗൾഫിൽ നിന്നൊക്കെ വന്നാലേ, കുട്ടിയെ ഇങ്ങനെ ഇടങ്ങേറിലാണ്, ബുദ്ധിമുട്ടിലാണ്, ഒരു 10,000 വേണം, അല്ലെങ്കിൽ 5,000 വേണം, ഒരു 2,000 വേണം. അപ്പോൾ ഇവൻ കടം വാങ്ങിയിട്ടാക്കാരം വരുന്നത്.
അപ്പൊ ഇങ്ങനെ വിഷമം പറയും, പടച്ചോനെ പൊന്നാരെത്താത്ത ഉമ്മ എൻ്റെ അടുത്ത് തരാനില്ലല്ലോ. ആ ഉമ്മ പിറുപിടുത്ത് ഇങ്ങനെ ചിലപ്പോൾ പടച്ചോനെ ഇവനെ മുക്കിക്കൊല്ലണേന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക. ഇങ്ങനെ പൈസ കെട്ടിക്കൊണ്ടുവന്നിട്ടേ ഒരു 2000 ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ലല്ലോ, അതാകാരം ഉമ്മ വിചാരിക്കുക. അപ്പൊ പടച്ചോനോട് ചോദിക്കുക, എന്ത് റബ്ബേ, എന്നോട് ഒരാൾ വന്നൊരു ആവശ്യം പറയുമ്പോൾ ഇല്ല എന്ന് പറയാതെ എന്തെങ്കിലും കൊടുക്കാൻ എൻ്റെ കയ്യിൽ നീ തരണം പടച്ചോനെ. ഇതങ്ങ് ചോദിച്ചോളൂ, അള്ളാഹു തരും. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് കുഴപ്പം. എനിക്ക് തരണേ എന്നേ ചോദിക്കലുള്ളൂ എപ്പോഴും അല്ലേ. എൻ്റെ ലോകം എൻ്റെ കുട്ടികളത്. പടച്ചോനെ, വേറുള്ളവർക്കൊരു വിഷമം വരുമ്പോൾ സഹായം ചോദിക്കുമ്പോൾ കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിച്ചം തരണം പടച്ചോനെ. എൻ്റെയും കുട്ടികളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു മിച്ചം എൻ്റെ കയ്യിൽ തരണം റബ്ബേ. ഒരാളോട് ഇല്ല എന്ന് പറഞ്ഞ പോലെ വിശ്വസിക്കൂല അല്ലേ. അങ്ങനെയല്ല, ചില ആളുകളുടെയൊക്കെ ജീവിതം കാണുമ്പോൾ വളരെ പാപ്പരായി ജീവിക്കുന്നവരുണ്ടാവും. മനുഷ്യരുടെ മുമ്പിൽ നല്ല പോളിഷിൽ, എന്നാൽ ദാരിദ്ര്യമാണെന്ന ഒരു പിരിവിനൊന്നും ഇഷ്ടപ്പെടാത്തവര്, വളരെ കഷ്ടപ്പെടുന്നവര്. ആര് ദാരിദ്ര്യാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂലേ. എന്ത് ദാരിദ്ര്യം, 4 മക്കളല്ലേ ഗൾഫിൽ. ഈ 4 മക്കൾ 600 റുപ്യക്കാരൻ ജോലി ഉണ്ടാവും അവിടെ. അതുപോലെ വിസന്റെ ചെലവ് തീരുമ്പോഴേക്കും ഒരു കൊല്ലത്തിലാകെ 2000 റുപ്യന് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഇതായിരിക്കും അവരുടെ അവസ്ഥ. പക്ഷേ അള്ളാഹിനോട് ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും എൻ്റെ കയ്യിൽ തരണം പടച്ചവനെ. അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ തരട്ടെ. സ്വതക്ക ചെയ്യാനുള്ള തൗഫീക്കും സന്മനസ്സും അള്ളാഹു തരട്ടെ. സ്വതക്ക ചെയ്തവർ ഒരിക്കലും നഷ്ടത്തിലാവില്ല, പരാജയത്തിലാവില്ല. മുത്തുനബി തങ്ങൾ പറയാ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തവർ നിങ്ങളിൽ ഏറ്റവും നല്ലവരാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് ഉപദ്രവം ചെയ്യാതിരിക്കാം. അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, വിശ്വാസിയായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷം നമുക്കൊരു വഴി, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും.
MRIക്കൊന്ന് വാ, അല്ലെങ്കിൽ വടകരക്കൊന്ന് വാ, അവിടേക്കൊന്ന് വാ, ബസ് സ്റ്റാൻഡിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഈ സംസാരത്തിൽ നിന്നാണ് കാണാനുള്ള കൊതി വരിക. അപ്പോൾ ഫോണിലൊക്കെ വലിയ വർത്താനം പറഞ്ഞിട്ട് ചെന്ന് പെട്ട മനുഷ്യന്മാർ ചില നിരാശാ കാമുകന്മാരുടെ കഥയൊക്കെ പറയാറുണ്ട്. അപ്പോ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് സ്നേഹിക്കുക, പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യാണ്ടിരിക്കുക. റബ്ബിനോടുള്ള ഈ സ്നേഹം കൽബിൽ വരുമ്പോ, നമ്മുടെ നാവിലും ഹൃദയത്തിലും അവനെ പറ്റിയുള്ള സ്മരണയാകുമ്പോ അള്ളാഹുവിനെ കാണാൻ ഒരു കൊതി വരും. പിന്നെ മരിക്കാൻ പേടിയുണ്ടാവില്ല. കൊലപാതകം ചെയ്യാനല്ലേ ഈ പറയണത്. എന്ത് ചെയ്യുക? അള്ളാഹു കൊണ്ടുപോവാണ്, രോഗം വന്നു, പടച്ചവൻ കൊണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ട്, ഇനി വല്ല രക്ഷപ്പെടൂല. അൽഹംദുലില്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോവാ. എന്തേ വിഷയം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചില്ലേ, അവന് വേണ്ടി ഞാൻ ഒരുപാട് ഉറക്കൊഴിച്ചില്ലേ, ഇനി അവനെ കാണണമെങ്കിൽ ഞാൻ മരിക്കണ്ടേ? മരണശേഷമല്ലേ അള്ളാഹുവിനെ കാണാൻ കഴിയൂ എന്ന് മുത്തുനബിതങ്ങൾ ലോകത്തിന്റെ ഗുരു പഠിപ്പിച്ചത് അങ്ങനല്ലേ? അതുകൊണ്ട് ഞാൻ കാണാൻ പോവാൻ. അതുകൊണ്ട് മരണം പേടി വരൂല, സന്തോഷം തോന്നും, അത് പ്രശ്നമാവില്ല. ഞാൻ എല്ലാ യാത്രയിലും എപ്പോഴും വിചാരിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് എല്ലാ വ്യാഴ്ചയും രാത്രി പോരുന്നുണ്ട്. ഫ്ലൈറ്റ് കയറുമ്പോൾ ചിന്തിക്കും, ഇത് എന്തായാലും കോഴിക്കോട് ഇറങ്ങൂല, അത് എവിടെയെങ്കിലും തട്ടിത്തിരിഞ്ഞ് വല്ല കൊക്കിക്കൊക്കെ ആയിരിക്കും, മരിക്കുന്നു ഉറപ്പിച്ചുകൊണ്ട് വരില്ല. ഇനി തിരിച്ച് രാവിലെ ഇന്നിപ്പോൾ രാത്രി പോയാൽ ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തും, ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. കുട്ടികളൊക്കെ പറയും, മരിക്കുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ ചെയ്ത് ചുളിട്ടോ, പേടിക്കണ്ട. ഒരിക്കലും നമ്മളെ നാട്ടിലത്തെ എയർപോർട്ടാണ്, പിന്നെ അള്ളാന്റെ ആകാശത്തു കൂടെയുള്ള യാത്രയാണ്. ഇന്ത്യൻ മഹാസമുദ്രം അങ്ങനെ അടി കാണുമ്പോഴേ റഹ്മാനായ റബ്ബേ, ഇത് ഡെസ്റ്റിനേഷനിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാറില്ല. അപ്പൊ അതിന് പേടിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഫ്ലൈറ്റ് കയറാൻ പേടിച്ചിട്ട് ഹജ്ജിന് പോകാൻ കഴിയാത്തൊരു സാധുവായ മനുഷ്യനുണ്ട്. അയാൾ മുതലാളിയാണ്, പക്ഷെ ആകെ പ്രശ്നം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആണ്, തമാശ പറയില്ല കേട്ടോ, സീരിയസ് ആണ്. അദ്ദേഹം കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല എനിക്കറിയില്ല. എപ്പോഴും ദ്വാരക്കാൻ പറയും, സാറേ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫ്ലൈറ്റ് കയറാൻ പേടിയാണ്. നമുക്ക് എമിറേറ്റ്സിന് തന്നെ പോവാം, പേടിയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൊച്ചിയിൽ എമിറേറ്റ്സിനെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിന് പോവാൻ, അതിനൊക്കെ പോകാൻ കഴിവുള്ള ആളാണ്, സാമ്പത്തികം ഉണ്ട്. ഫ്ലൈറ്റ് കയറാൻ പേടി, എന്താ വെച്ചാൽ മരിക്കുന്നിട്ട് തോന്നുകയാണ്. അപ്പോൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടാൻ കഴിയില്ല. ഡോർ അടച്ചാലേ ഒരു രക്ഷയില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ പൊളിഞ്ഞ പോലെ 2 കണ്ടായി പൊളിഞ്ഞിട്ടുള്ളൂന്നൊക്കെ ചാടി രക്ഷപ്പെട്ട ഒരാളെ കഥ ഉണ്ടല്ലോ അല്ലേ, മംഗലാപുരത്ത് ഒരാൾ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെയൊക്കെ പൊളിഞ്ഞിട്ട് രക്ഷപ്പെടാനല്ലാതെ അതിന്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത്, വെറുതെ വലിച്ചിട്ടിരിക്കാന്നല്ലാതെ. അപ്പോ ഒരു തവക്കുലാണ്, കലിമ ചൊല്ലി ഇരിക്കുക, അവിടെ പാട്ടും സിനിമയും കാണണ്ട. അതിനൊക്കെ അവസരം ഉണ്ടാവും, ചിലപ്പോ ഓൺ എയർ അല്ലേ, എന്റർടൈൻമെന്റുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ കാണാം. നമ്മളെ കുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ സിനിമയും ഹിന്ദി സിനിമയും ഇംഗ്ലീഷൊക്കെ ഇട്ടിട്ട് അങ്ങനെ കണ്ടിരിക്കണം. സെൽഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനുകളൊക്കെ മുമ്പിൽ ഉണ്ടാവുമ്പോഴേ, എവിടെയാണ് ഇപ്പൊ ആകാശത്തിന്റെ നടുവില് ഇന്ത്യൻ മഹാസമുദ്രം താഴെ, ആ സമുദ്രത്തെ കിട്ടിയ മീനായിരിക്കും ചിലപ്പോൾ ഡിന്നറായിട്ട് അവിടെ സേവ് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ. ഈ കടലിൽ നിന്ന് കിട്ടിയ മീനായിരിക്കും. അത് തിന്നിട്ട് സിനിമയും കണ്ട് ചിലരൊന്നും മിന്നും ചെയ്യും. എവിടെ ഇതൊക്കെ? അള്ളാഹുവിന്റെ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, പടച്ച റബ്ബല്ലാതെ മറ്റാരുമല്ല ഈ ഫ്ലൈറ്റുകളെ നിയന്ത്രിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത്. അപ്പൊ ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലിരിക്കുകയാണ്, കലിമ ചൊല്ലിയിരിക്കുകയാണ്. എന്ത് വന്നാലും റബ്ബേ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരാൻ ഒരുക്കമാണ്, അൽഹംദുലില്ലാഹ്, ഒരു പേടിയില്ല പടച്ചവനെ. ആ രീതിയിൽ ഇരിക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ കൽബിലേക്ക് വരും, പടച്ചവനോട് സ്നേഹം തോന്നിയാൽ. ഇനി എന്ത് പേടിക്കണം? പൈലറ്റിന് എന്ത്, 2 പൈലറ്റ് രണ്ടാക്കും അറ്റാക്കായ എന്താ കാര്യം? വല്ലതും നടക്കുമോ? 2 ഫ്ലൈറ്റ് കയറാൻ പേടിച്ച ഒരാളെ കഥ പറയാറില്ലേ? മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ പേടിയാണോടോ, നീ എന്തോടെ പേടിക്കണേ? ഓരോരുത്തരും അന്നം തീരാതെ ഒരു മനുഷ്യനും മരിക്കില്ല എന്ന് എനിക്കറിയില്ലേ? പറഞ്ഞിടോ, എൻ്റെ പേടി അതല്ല. നമ്മൾ ഈ പോണ പോക്കിൽ നമ്മളെ ഫ്ലൈറ്റിന്റെ അന്നം തീർന്ന, നമ്മുടെ പൈലറ്റിന്റെ അന്നം തീർന്ന എന്താവും? ആ പേടി കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ അതൊക്കെ തീരാം. അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിമാനങ്ങൾ ഒരു ദിവസം ആകാശത്തുകൂടെ പൊങ്ങി താഴെ ഇറങ്ങുന്നുണ്ട്. കോടിക്കണക്കിന് വിമാനങ്ങൾ, ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ. ലോകത്ത് ഡൊമസ്റ്റിക് ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും ജംബോ വിമാനങ്ങളും ജെറ്റുകളും ഒക്കെ ഇഷ്ടം പോലെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുക. ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് വിമാനങ്ങൾ ഭൂമിയിൽ ഇറങ്ങാതെ ആകാശത്തുണ്ട്, ഈ സെക്കൻഡിലുണ്ട് അല്ലെ. ഫ്ലൈറ്റൊക്കെ ട്രാക്ക് ചെയ്യുന്ന ചില മൊബൈൽ ആപ്പുകൾ എടുത്ത് കണ്ടാൽ മനസ്സിലാവും, അത്ഭുതപ്പെട്ടു ഓരോ എയർ ട്രാഫിക്കുകൾ. അള്ളാഹുവിന്റെ വലിയ നിഅമത്തല്ലേ ഇതൊക്കെ? പടച്ചതമ്പുരാന്റെ വലിയ കാരുണ്യമല്ലേ ഇതൊക്കെ? ആ കാരുണ്യത്തോടെ നമ്മൾ നന്ദി ചെയ്യുക, പടച്ചതമ്പുരാനെ ഓർത്തിരിക്കുക. കലിമ ചൊല്ലുക, ദുആഉ സഫർ, സഫറിന്റെ ദുആ ചെയ്യുക. കുന്ന് കയറുമ്പോൾ നബി തങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഹുബൂത്ത്, താഴെ ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് 3 പ്രാവശ്യം ദിക്ർ ചൊല്ലും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ പാലിച്ചു പോയാൽ മുഅ്മിനായ മനുഷ്യൻ എന്ത് പേടിക്കണം? സുബ്ഹാനല്ലദീ
സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനം കയറാണെങ്കിൽ ബൈക്കിൽ കയറാണ്, കാറിൽ കയറാണ്, ട്രെയിനിൽ കയറാണ്, ബോട്ടിലാണ്, ഫ്ലൈറ്റിലാണ്, പറയേണ്ട ദിക്ർ ഒന്നാണ്. ആ ദിക്റിന്റെ അർത്ഥം കണ്ടങ്ങള്, സുബ്ഹാന, നീ പരിശുദ്ധനാണ് റബ്ബേ. ഇരുമ്പുകൾക്ക് ജീവൻ കൊടുത്തവൻ. ഒരു ട്രക്കോ ഒരു ലോറിയോ ഒരു വാഹനമോ ഒരു പിക്കപ്പോ കടന്നു പോകുമ്പോ അതിന്റെ ടയറുകൾ തിരിയണമെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന മെഷീനിൽ നിന്ന് കിട്ടുന്ന പവർ കൊണ്ട്, അതിന്റെ എഞ്ചിൻ വർക്ക് ചെയ്ത്, ഒരു ഡ്രൈവറുടെ കയ്യിൽ കൊടുക്കുന്ന സ്റ്റിയറിംഗ് കൊണ്ട്, അവർ ചവിട്ടുന്ന ബ്രേക്ക് കൊണ്ട്, ക്ലച്ച് കൊണ്ട് ഗിയർ മാറ്റിയിട്ട് ഓടുന്ന ഈ വാഹനം സർവശക്തനല്ലാഹു മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും അങ്ങനെ ഒരു എഞ്ചിനീയറിംഗും കൊടുത്തില്ലായിരുന്നെങ്കിൽ ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയും? പടച്ചവനെ, ഇരുമ്പുകൾക്ക് ജീവൻ വെക്കുന്ന വാഹനങ്ങളെ ഞങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഞങ്ങൾക്ക് തന്നവനെ, സുബ്ഹാനക്, നീ പരിശുദ്ധനാണല്ലോ, നീ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ റബ്ബേ ഈ വാഹനം ഞങ്ങൾക്ക് ഒരുങ്ങുമായിരുന്നില്ല തമ്പുരാനെ. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതൊരു ചെറിയ യാത്രയാണ് റബ്ബേ, ഇത് തിരുവള്ളൂരിൽ നിന്ന് വടകരക്ക് പോകുന്ന യാത്രയാണ്. എന്നാൽ തന്നെയും വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒരു പക്ഷേ 5, 10, 15 കിലോമീറ്റർ ഓടുന്നതിനിടയിൽ ഒരു പക്ഷേ ഈ യാത്ര നിന്നിലേക്കുള്ള യാത്രയായി മാറിയേക്കാം. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അത് പറഞ്ഞിട്ടായി പോണത്. വടകരെത്താനുള്ള നിയ്യത്ത് പോരാ, വടകരെത്താനുള്ള നിയ്യത്ത് മാത്രം പോരാ, ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോ പടച്ചവന്റെ ലോകത്തേക്ക് എത്തിയേക്കും. അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ യാത്രയുടെ ദുആ. അത് വല്ലാത്ത അത്ഭുതമുള്ള ദുആയാണ്. ഞങ്ങൾ പോവാ പടച്ചോനെ, പിന്നെ അവസാനത്തെ യാത്ര നിന്നിലേക്ക് തന്നെയല്ല. ഇനിയിപ്പോൾ എന്ത് ആക്സിഡന്റ് ആയി, ഒന്ന് മരിച്ചെന്ന് വരും, ഏതായാലും ഇതിൻ്റെ അടുത്തേക്ക് വരണ്ടേ. അൽഹംദുലില്ലാ. അപ്പൊ ആ ഒരു പരുവത്തിലേക്ക് നമ്മുടെ ഇതിനും തെറാപ്പിയും സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഈ റബ്ബുമായുള്ള അടുപ്പമുണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ ഇല്ലാത്ത ലോകമാണ്. ടെൻഷൻ എന്തിന്? മണപ്പുറം ലോൺ എടുത്തിട്ടാ മുമ്പ് ചോദിച്ചു, ഇനി എന്ത് ടെൻഷൻ? മുഅ്മിനായ മനുഷ്യൻ എന്തിനാ ടെൻഷൻ? മുഅ്മിനായ മനുഷ്യൻ റബ്ബുമായുള്ള അടുപ്പവും സ്നേഹം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ടെൻഷൻ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചെടുത്ത മഹത്തുക്കളായ ആളുകൾ മുഴുവനും പറഞ്ഞത്, നിങ്ങളുടെ നാവുകൾ, ഇബ്രാഹിം ഇബ്നുൽ ജുനൈദ് റഹ്മഹുല്ലാ പറയുന്നു, മിൻ അലാമാത്തിൽ മഹബ്ബത്തില്ലാഹ്, മിനൽ അലാമാത്തിൽ മഹബ്ബത്തിലില്ലാഹ്, അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്നവരെ നമ്മൾ സത്യത്തിൽ അവനെ സ്നേഹിക്കുന്നുവോ അതിന്റെ അടയാളങ്ങളിൽ ഒന്ന് ദവാമുദ്ദിക്രി ബിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, നാവുകൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങളെ കൊണ്ടും അവനെ സ്നേഹിക്കാൻ കഴിയലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലണമേ, രാവിലെയും വൈകുന്നേരവും പകലിലും രാത്രിയിലും നിങ്ങൾ എപ്പോഴും അവനെ ഓർക്കണമേ. യാ അല്ലാഹ്, إذا كان حب الهائمين من الورى بليلى وسعجى يسلب اللب والعقلا فماذا عصاه يصنع الهائم الذي سرى قلبه شوقا إلى العالم الأعلى. ലൈലയെ പ്രേമിക്കുന്നവർ, സുഅദയെ പ്രേമിക്കുന്നവർ, അവർക്ക് ബുദ്ധി നഷ്ടപ്പെടുന്നുണ്ട്. ഈ ലോകത്തെ പരമമായ പച്ചയായ അധമമായ പ്രേമം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്, പ്രേമിച്ച് നടക്കുന്ന കുമാരന്മാർക്ക് അവരുടെ ബുദ്ധി പോലും നഷ്ടപ്പെടുമാർ പ്രേമത്തിൽ ലയം പ്രാപിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഒരു സൃഷ്ടി തന്റെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ബുദ്ധിക്ക് സംഭവിക്കുക? കവി ചോദിക്കുകയാണ്. പ്രേമിച്ചിട്ട് തടി കുറയുന്ന ആൾക്കാരുണ്ട്. എന്തോടോ തടിയൊക്കെ വല്ലാണ്ട്, ഷുഗർ ഉണ്ടോ? ഒന്നുമില്ല. കൂട്ടുകാരൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും, മറ്റോടൊപ്പം വേർത്തൻ്റെ കൂടെ പോയിട്ടുണ്ട്, എനിക്ക് വിളിക്കണില്ല. അവൻ്റെ വലിയ വിഷയപ്പോൾ അതാ, ഫലസ്തീൻ മോചിതമായിട്ടുണ്ടോ, മസ്ജിദുൽ അഖ്സ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇതൊന്നുമല്ല, ഓൻ്റെ പ്രേമവാചനം പോയിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം. إذا كان حب الهائمين من الورى بليلى وسعدى يسلب اللب والعقلا. ലൈലയെ പ്രേമിച്ച മജ്നൂനിന്റെ ബുദ്ധി നഷ്ടപ്പെടുമാർ, സുഅദയെ പ്രേമിച്ചവർ, അങ്ങനെ പെണ്ണുങ്ങളെ ആണുങ്ങളെ പരസ്പരം ഹറാമായ പ്രേമബന്ധം കൊണ്ട് നടന്നവർ തലതിരിഞ്ഞു പോയി ഭ്രാന്ത് പോലെ മാറിയിട്ടുണ്ടെങ്കിൽ ഫമാദാ അസാഹു
യസ്നഉൽ ഹായിമുൽ ലദീ സറാ ഖൽബുഹു ശൗഖൻ ഇലൽ ആലമിൽ അലാ. ഉന്നതമായ അല്ലാഹുവിന്റെ ലോകത്തേക്ക് പ്രേമം കൊടുത്തവർക്ക് എന്തൊക്കെ നടക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കിൻ. ഭൂമിയിലെ സ്നേഹം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഉന്നതമായ ദിവ്യമായ സ്നേഹത്തിന്റെ അനുഭൂതി എന്തായിരിക്കും എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത്. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി തുടങ്ങുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ടാണ് കാനത്ത് ലഹു ഫിൽ യൗമി വൽ ലൈല 12,000 തസ്ബീഹ. എല്ലാ രാത്രിയിലും പകലിലുമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അത്രമേൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത മഹാനായ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദിവസം മിനിമം 12,000 തസ്ബീഹുകൾ ചൊല്ലിയിരുന്നത്രേ. 12,000 തസ്ബീഹ്. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫിൽ യൗമി വൽ ലൈല. അത് പതിവാണ്. അങ്ങനെ ഉണ്ടാവും ചില ആലിമീങ്ങളും വലിയ വലിയ മഹത്തുക്കളായ ആളുകളും വിർദുമായി മഗ്രിബ് കഴിഞ്ഞാൽ എവിടെയും പോകില്ല, അവർ ദിക്റിലാണ്. അങ്ങനെ ഇരിക്കുന്നവർ ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. റാബിഅ ബിൻതു ഇസ്മാഈൽ, മഹാനായ അഹ്മദ് ഇബ്നു അബിൽ ഹവാരിയുടെ ഇമാം അഹ്മദ് തങ്ങളുടെ ശിഷ്യനാണ് അവരുടെ ഭാര്യയായിരുന്ന റാബിഅ ബിൻതു ഇസ്മാഈൽ റഹിമഹുല്ലാഹ്. റൈഹാനത്തു ഷാം എന്നാണ് പറയാ. ഷാമിന്റെ റൈഹാന പുഷ്പം എന്ന് പറഞ്ഞ പണ്ഡിതയായ മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹ മഹാനവറുകൾ സ്വന്തം ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ പറയും, ഭർത്താവേ കുൽഹു യാ സയ്യിദി, എന്റെ നേതാവേ കഴിച്ചോളൂ. എന്ന് നിങ്ങൾ പറയും, ഡാ കഴിച്ചോ, ഫുഡോട് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ, അല്ല എന്നിട്ടാ പോടാന്നൊക്കെ. നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ? നമ്മളെ പെൺകുട്ടികളൊക്കെ സിനിമ കണ്ടിട്ടേ ഇടോ പോടാന്നൊക്കെ പറയണ ആ ഒരു ശൈലി, അത് പറയാൻ പറ്റാത്തോലെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ടെന്നൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. സയ്യിദി എന്ന് വിളിക്കണം എന്നാണ്, എൻ്റെ യജമാനരെ എന്നർത്ഥം. ആ ഒരു ബഹുമാനം നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലാണെങ്കിലും ഭാരതീയ സംസ്കാരത്തിലാണെങ്കിലും ഭർത്താക്കന്മാരെ വളരെ സ്നേഹത്തോടെയും കടപ്പാടോടുകൂടെയും വിളിച്ചിരുന്നൊരു കാലമുണ്ട്. അത് ബോറടിച്ചിട്ടാ തോന്നുന്നുണ്ട് സംവിധായകന്മാരൊക്കെ എടാ പോടാന്ന് സംവിധായകന്മാർ നടീനടന്മാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് തിരക്കഥ എഴുതിയിട്ടേ നമ്മുടെ ആ ഒരു ബഹുമാനവും സ്നേഹവും ഇല്ലായ്മയായി പച്ചയായ മൃഗീയമായ ഒരു ലൈംഗികതയായി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മാറിപ്പോയത് എത്ര വലിയ അപകടമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനവറുകൾക്ക് വേണ്ടി അഹ്മദ് ഇബ്നു അബിൽ ഹവാരി തങ്ങളുടെ തീൻമേശയിലേക്ക് സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ റൈഹാനത്തു ഷാം, ഷാമിന്റെ സിറിയയുടെ വസന്തമായ റൈഹാന പുഷ്പം എന്ന് പറയുന്ന റാബിഅ ബിൻതു ഇസ്മാഈൽ റഹിമഹുല്ലാഹ്, ആ മഹദിയായ പെണ്ണ് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ പറയും, കുൽഹു യാ സയ്യിദി, എന്റെ നേതാവേ, എന്റെ ഉടമസ്ഥരെ, നിങ്ങൾ കഴിച്ചോളൂ ഈ ഭക്ഷണം. ഫവല്ലാഹി മാ നദിജ ഇല്ലാ ബിത്തസ്ബീഹ്, ഈ ഭക്ഷണം പാകം നടക്കുമ്പോഴെല്ലാം ഞാൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാകം ചെയ്യാൻ വെള്ളം വെച്ചപ്പോൾ മുതൽ ഈ ഭക്ഷണം തയ്യാറാകുന്നത് വരേക്കും ഞാൻ തസ്ബീഹിലായിരുന്നു. ധൈര്യമായിട്ട് കഴിച്ചോളൂ, തസ്ബീഹ് കൊണ്ട് പാകമായ ഭക്ഷണമാണിത് എന്ന് പറഞ്ഞൊരു കറി വെക്കുമ്പോഴേക്ക്, നമ്മുടെ ടയർ പത്തിരി ഉണ്ടാക്കുമ്പോഴേക്ക് എത്ര തസ്ബീഹ് എല്ലാം പറ്റും. നമ്മളത് ചിന്തിക്കുക. പെണ്ണുങ്ങളെ വെറുതെ എന്ത് ചെയ്യണ്ട, സമയം കളയണ്ട. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഉരിസതു ലഹു നഖ്ലതുൻ ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരു വളരെ മനോഹരമായ സ്വർഗീയ വൃക്ഷം അവർക്ക് നട്ടുകൊടുക്കുമത്രേ. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഒന്ന് പറഞ്ഞു നോക്കി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത്ര തന്നെ. ഇനി വേറുണ്ട്, സുബ്ഹാനല്ലാഹിൽ അദീം, തസ്ബീഹ് വേറുണ്ട്. ഇത്ര പറഞ്ഞാൽ തന്നെ സ്വർഗത്തിൽ സ്വർഗീയമായ വൃക്ഷങ്ങളൊക്കെ സ്വർണത്തിൻ്റെതാണത്രേ, മുത്തുകളുടേതാണത്രേ. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഉരിസതു ലഹു നഖ്ലതുൻ ഫിൽ ജന്ന. എത്ര സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലാൻ പറ്റിയ ഒരു ദിവസം നമുക്ക്. ഒരു ബിസിനസ് നടത്തുന്ന ആളുടെ മുമ്പിൽ വെറുതെ ഒരാൾ വന്ന് വെറുതെ കത്തിയടിച്ച് ആ മനുഷ്യന്റെ 15 മിനിറ്റ് ഒരാൾ കവർന്നെടുത്ത് ആ സമയത്തിനുള്ളിൽ മില്യൺ കണക്കിന് ബിസിനസ് നടക്കേണ്ട സമയം ഇവൻ വെറുതെ സംസാരിച്ചിരുന്ന് സമയം നഷ്ടപ്പെടുത്തിയാൽ അവനോട് ദേഷ്യപ്പെട്ട് പറയടോ, നിന്റെ വർത്താനം കൊണ്ട് എനിക്ക് നഷ്ടമായത് ഇത്ര ബിസിനസ്സാണ്, എണീറ്റ് പോടോ ഇവിടുന്ന് പറയും മനുഷ്യന്മാർ, ഇല്ലേ? സ്വന്തം പൈസക്ക് നഷ്ടം വരുന്ന വർത്തമാനത്തിന് ആരെ നിൽക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗലോകത്ത് കിട്ടുന്ന ഈ പരിശുദ്ധമായ വൃക്ഷം നമുക്ക് നഷ്ടപ്പെടുത്തണം? ഒരൊറ്റ ശ്വാസത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയാൻ പറ്റും. അതുകൊണ്ട് നിത്യമായ ദിക്റിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ രീതിയിൽ നമുക്ക് തീർച്ചയായും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അടുക്കുകയും
അവനോടുള്ള ദിക്ർ, ശുദ്ധ ഖുർആൻ പാരായണം, സുന്നത്തിലൂടെയുള്ള അടുപ്പം, ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വമാ തഖറബ ഇലയ്യ അബ്ദുൻ, അല്ലാഹുവിലേക്ക് അടുക്കുകയും അടുത്തടുത്ത് ആ അടുപ്പം ഒരു സ്നേഹബന്ധമായി മാറുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയും. അല്ലാഹു പൊതിയട്ടെ. അല്ലാഹുവിനെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഈ ചർച്ചയിൽ നമുക്ക് കിട്ടിയിരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബുകളിൽ അവനോട് സ്നേഹം തരട്ടെ. നമ്മുടെ സമയങ്ങൾ മുഴുവനും ഗൗരവമുള്ളതാണ്. റബ്ബിന് വേണ്ടി ചെലവഴിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. സർവശക്തനായ അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ തമ്പുരാനെ.